സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്, ബഹുജന റാലി സിന്ദാബാദ്, ബഹുജന റാലി സിന്ദാബാദ്. മാപ്പു തരില്ല, മാപ്പു തരില്ല, മാപ്പ് തരില്ല, മാപ്പ് തരില്ല, മൻമോഹനെ മാപ്പു തരില്ല, മൻമോഹനെ മാപ്പ് തരില്ല, ദേശചരിത്രം മാപ്പു തരില്ല, ദേശചരിത്രം മാപ്പ് തരില്ല. സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്, ബഹുജന റാലി സിന്ദാബാദ്. ബഹുജന റാലി സിന്ദാബാദ്. നോട്ടു ബാങ്കിൽ നിറങ്ങി വന്ന്, നോട്ട് ബാങ്കിൽ നിറങ്ങി വന്ന്, നോട്ടു ബാങ്കിൽ നിറങ്ങി വന്ന്, നോട്ട് ബാങ്കിൽ നിറങ്ങി വന്ന്, വോട്ടർമാരെ കാണാതെ, വോട്ടർമാരെ കാണാതെ, വോട്ടർമാരെ കാണാതെ, വോട്ടർമാരെ കാണാതെ, നാട്ടുകാര്യം അറിയാതെ, നാട്ടുകാര്യം അറിയാതെ, നാട്ടുകാര്യം അറിയാതെ, നാട്ടുകാര്യം അറിയാതെ, ഭരണപ്പട്ടം കെട്ടിയ വിദ്വാൻ, ഭരണപ്പട്ടം കെട്ടിയ വിദ്വാൻ, ഭരണപ്പട്ടം കെട്ടിയ വിദ്വാൻ, ഭരണപ്പട്ടം കെട്ടിയ വിദ്വാൻ, ഭാരത നാട്ടിനെ വിൽക്കുന്നു, ഭാരതനാട്ടിനെ വിൽക്കുന്നു, ഭാരത നാട്ടിനെ വിൽക്കുന്നു. ഭാരതനാട്ടിനെ വിൽക്കുന്നു. സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്, ബഹുജന റാലി സിന്ദാബാദ്. ബഹുജന റാലി സിന്ദാബാദ്. നാടിനെ മൊത്തം തീരെഴുതുമ്പോൾ, നാടിനെ മൊത്തം തീരെഴുതുമ്പോൾ, നാടിനെ മൊത്തം തീരെഴുതുമ്പോൾ, നാടിനെ മൊത്തം തീരെഴുതുമ്പോൾ, ചോദിക്കാനും പറയാനും, ചോദിക്കാനും പറയാനും, ചോദിക്കാനും പറയാനും, ചോദിക്കാനും പറയാനും, ആരും വേണ്ടെന്നാണെങ്കിൽ, ആരും വേണ്ടെന്നാണെങ്കിൽ, ആരും വേണ്ടെന്നാണെങ്കിൽ, ആരും വേണ്ടെന്നാണെങ്കിൽ, പിന്നെ എന്തിന് പാർലമെന്റ്, പിന്നെ എന്തിന് പാർലമെന്റ്, പിന്നെ എന്തിന് പാർലമെന്റ്, പിന്നെ എന്തിന് പാർലമെന്റ്, പിന്നെ എന്തിന് തെരഞ്ഞെടുപ്പ്, പിന്നെ എന്തിന് തെരഞ്ഞെടുപ്പ്, പിന്നെ എന്തിന് തെരഞ്ഞെടുപ്പ്. പിന്നെ എന്തിന് തെരഞ്ഞെടുപ്പ്. ജനാധിപത്യ കൊലയാളികളെ, ജനാധിപത്യ കൊലയാളികളെ, ജനാധിപത്യ കൊലയാളികളെ, ജനാധിപത്യ കൊലയാളികളെ, നിർത്തൂ നിങ്ങളെ താന്തോന്നിത്തം, നിർത്തൂ നിങ്ങളെ താന്തോന്നിത്തം, നിർത്തൂ നിങ്ങളെ താന്തോന്നിത്തം. നിർത്തൂ നിങ്ങളെ താന്തോന്നിത്തം. സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്, ബഹുജന റാലി സിന്ദാബാദ്. ബഹുജന റാലി സിന്ദാബാദ്. ഹിരോഷിമയാണ് കട്ടായം, ഹിരോഷിമയാണ് കട്ടായം, ഹിരോഷിമയാണ് കട്ടായം, ഹിരോഷിമയാണ് കട്ടായം, വിയറ്റ്നാമാണ് കട്ടായം, വിയറ്റ്നാമാണ് കട്ടായം, വിയറ്റ്നാമാണ് കട്ടായം, വിയറ്റ്നാമാണ് കട്ടായം, ഇറാഖ് ഇറാനും അഫ്ഗാൻ ക്യൂബ, ഇറാഖ് ഇറാനും അഫ്ഗാൻ ക്യൂബ, ഇറാഖ് ഇറാനും അഫ്ഗാൻ ക്യൂബ, ഇറാഖ് ഇറാനും അഫ്ഗാൻ ക്യൂബ, ഇരകളാണ് കട്ടായം, ഇരകളാണ് കട്ടായം, ഇരകളാണ് കട്ടായം, ഇരകളാണ് കട്ടായം, ലോക ഭീകര ചട്ടമ്പിക്ക്, ലോക ഭീകര ചട്ടമ്പിക്ക്, ലോക ഭീകര ചട്ടമ്പിക്ക്, ലോക ഭീകര ചട്ടമ്പിക്ക്, ഇന്ത്യ രാജ്യം കേറി നിരങ്ങാൻ, ഇന്ത്യ രാജ്യം കേറി നിറങ്ങാൻ, ഇന്ത്യ രാജ്യം കേറി നിരങ്ങാൻ, ഇന്ത്യ രാജ്യം കേറി നിറങ്ങാൻ, പട്ടുവിരിക്കും മൻമോഹനും, പട്ടുവിരിക്കും മൻമോഹനും, പട്ടുവിരിക്കും മൻമോഹനും, പട്ടുവിരിക്കും മൻമോഹനും, കൂട്ടുപിടിക്കും കോൺഗ്രസിനും, കൂട്ടുപിടിക്കും കോൺഗ്രസിനും, കൂട്ടുപിടിക്കും കോൺഗ്രസിനും, കൂട്ടുപിടിക്കും കോൺഗ്രസിനും, ഇല്ല ഇല്ല മാപ്പില്ല, ഇല്ല ഇല്ല മാപ്പില്ല, ഇല്ല ഇല്ല മാപ്പില്ല. ഇല്ല ഇല്ല മാപ്പില്ല. സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്, ബഹുജന റാലി സിന്ദാബാദ്. ബഹുജന റാലി സിന്ദാബാദ്. സാത്താൻ ബുഷിന് കാഴ്ചവെക്കാൻ, സാത്താൻ ബുഷിന് കാഴ്ചവെക്കാൻ, സാത്താൻ ബുഷിന് കാഴ്ചവെക്കാൻ, സാത്താൻ ബുഷിന് കാഴ്ചവെക്കാൻ, നാടിനെ കട്ടുകടത്തുന്നവരെ, നാടിനെ കട്ടുകടത്തുന്നവരെ, നാടിനെ കട്ടുകടത്തുന്നവരെ, നാടിനെ കട്ടുകടത്തുന്നവരെ, നേരെ മുതിച്ചത് കണ്ടില്ലേ, നേരെ മുതിച്ചത് കണ്ടില്ലേ, നേരെ മുതിച്ചത് കണ്ടില്ലേ, നേരെ മുതിച്ചത് കണ്ടില്ലേ, നാടുണർന്നതറിഞ്ഞില്ലേ, 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 മുടിയന്മാരെ ധിക്കാരികളെ, മുടിയന്മാരെ ധിക്കാരികളെ, മുടിയന്മാരെ ധിക്കാരികളെ, മുടിയന്മാരെ ധിക്കാരികളെ, ജന്മനാടിൻ വഞ്ചകരെ, ജന്മനാടിൻ വഞ്ചകരെ, ജന്മനാടിൻ വഞ്ചകരെ, ജന്മനാടിൻ വഞ്ചകരെ, പോകൂ പോയി തുലയൂ നിങ്ങൾ, പോകൂ പോയി തുലയൂ നിങ്ങൾ, പോകൂ പോയി തുലയൂ നിങ്ങൾ, പോകൂ പോയി തുലയൂ നിങ്ങൾ, കാലമൊരുക്കിയ പട്ടടയിൽ, കാലമൊരുക്കിയ പട്ടടയിൽ, കാലമൊരുക്കിയ പട്ടടയിൽ, കാലമൊരുക്കിയ പട്ടടയിൽ, സോളിഡാരിറ്റി സിന്ദാബാദ്,
സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്, ബഹുജന റാലി സിന്ദാബാദ്, ബഹുജന റാലി സിന്ദാബാദ്. ബുഷ് പറഞ്ഞത് കേട്ടുഭരിക്കാൻ, ബുഷ് പറഞ്ഞത് കേട്ടുഭരിക്കാൻ, ബുഷ് പറഞ്ഞത് കേട്ടുഭരിക്കാൻ, ബുഷ് പറഞ്ഞത് കേട്ടുഭരിക്കാൻ. ഇന്ത്യക്കെന്തിന് പ്രധാനമന്ത്രി, ഇന്ത്യക്കെന്തിന് പ്രധാനമന്ത്രി, ഇന്ത്യക്കെന്തിന് പ്രധാനമന്ത്രി, ഇന്ത്യക്കെന്തിന് പ്രധാനമന്ത്രി. കോൺഗ്രസ് എന്നത് US കോൺഗ്രസ്, കോൺഗ്രസ് എന്നത് US കോൺഗ്രസ്, കോൺഗ്രസ് എന്നത് US കോൺഗ്രസ്, കോൺഗ്രസ് എന്നത് US കോൺഗ്രസ്. ആവുകയാണോ മൻമോഹൻ, ആവുകയാണോ മൻമോഹൻ, ആവുകയാണോ മൻമോഹൻ. ആവുകയാണോ മൻമോഹൻ. സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്, ബഹുജന റാലി സിന്ദാബാദ്, ബഹുജന റാലി സിന്ദാബാദ്. ലോക ഭീകര യാങ്കി കഴുകൻ, ലോക ഭീകരയാങ്കി കഴുകൻ, ലോക ഭീകരയാങ്കി കഴുകൻ, ലോക ഭീകരയാങ്കി കഴുകൻ. വെച്ചുനീട്ടും കരാറുകളെല്ലാം, വെച്ചുനീട്ടും കരാറുകളെല്ലാം, വെച്ചുനീട്ടും കരാറുകളെല്ലാം, വെച്ചുനീട്ടും കരാറുകളെല്ലാം. നാടിൻ നന്മക്കെന്നു വിധിക്കാൻ, നാടിൻ നന്മക്കെന്ന് വിധിക്കാൻ, നാടിൻ നന്മക്കെന്നു വിധിക്കാൻ, നാടിൻ നന്മക്കെന്ന് വിധിക്കാൻ. തലയിലെന്താ ചകിരിച്ചോറോ, തലയിലെന്താ ചകിരിച്ചോറോ, തലയിലെന്താ ചകിരിച്ചോറോ. തലയിലെന്താ ചകിരിച്ചോറോ. സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്, ബഹുജന റാലി സിന്ദാബാദ്. ബഹുജന റാലി സിന്ദാബാദ്. BJPക്കാർ തുടങ്ങിവെച്ചത്, ബിജെപിക്കാർ തുടങ്ങിവെച്ചത്, BJPക്കാർ തുടങ്ങിവെച്ചത്, ബിജെപിക്കാർ തുടങ്ങിവെച്ചത്. പൂരിപ്പിക്കും കോൺഗ്രസ്, പൂരിപ്പിക്കും കോൺഗ്രസ്, പൂരിപ്പിക്കും കോൺഗ്രസ്. പൂരിപ്പിക്കും കോൺഗ്രസ്. വർഗീയതയുടെ പേര് പറഞ്ഞ്, വർഗീയതയുടെ പേര് പറഞ്ഞ്, വർഗീയതയുടെ പേര് പറഞ്ഞ് വർഗീയതയുടെ പേര് പറഞ്ഞ് കാര്യം നേടാൻ നോക്കേണ്ട, കാര്യം നേടാൻ നോക്കേണ്ട, കാര്യം നേടാൻ നോക്കേണ്ട. കാര്യം നേടാൻ നോക്കേണ്ട. സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്, ബഹുജന റാലി സിന്ദാബാദ്. ബഹുജന റാലി സിന്ദാബാദ്. മൻമോഹനും അദ്വാനിയും, മൻമോഹനും അദ്വാനിയും, മൻമോഹനും അദ്വാനിയും, മൻമോഹനും അദ്വാനിയും. ഭീകരൻ ബുഷിന് സ്വന്തക്കാർ, ഭീകരൻ ബുഷിന് സ്വന്തക്കാർ, ഭീകരൻ ബുഷിന് സ്വന്തക്കാർ. ഭീകരൻ ബുഷിന് സ്വന്തക്കാർ. സാമ്രാജ്യത്വവും വർഗീയതയും, സാമ്രാജ്യത്വവും വർഗീയതയും, സാമ്രാജ്യത്വവും വർഗീയതയും, സാമ്രാജ്യത്വവും വർഗീയതയും. അതിന് വിടുപണി ചെയ്യുന്നവരും, അതിന് വിടുപണി ചെയ്യുന്നവരും, അതിന് വിടുപണി ചെയ്യുന്നവരും അതിന് വിടുപണി ചെയ്യുന്നവരും. ഒരേ തൂവൽ പക്ഷികൾ തന്നെ, ഒരേ തൂവൽ പക്ഷികൾ തന്നെ, ഒരേ തൂവൽ പക്ഷികൾ തന്നെ, ഒരേ തൂവൽ പക്ഷികൾ തന്നെ. ഒന്നാം നമ്പർ ദ്രോഹികൾ തന്നെ, ഒന്നാം നമ്പർ ദ്രോഹികൾ തന്നെ, ഒന്നാം നമ്പർ ദ്രോഹികൾ തന്നെ. ഒന്നാം നമ്പർ ദ്രോഹികൾ തന്നെ. സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്, ബഹുജന റാലി സിന്ദാബാദ്. ബഹുജന റാലി സിന്ദാബാദ്. ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയവും സ്വയം നിർണയാവകാശവും അമേരിക്കക്ക് പണയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ അമേരിക്ക ആണവ കരാർ ഒപ്പിടാൻ വേണ്ടി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നോട്ടു പോകുന്ന ഈ സന്ദർഭത്തിൽ മൻമോഹന് മാപ്പില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സോളിഡാരിറ്റി നടത്തിയ ബഹുജന റാലിയാണ് ഇപ്പോൾ ഇവിടെ സമാപിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പാർലമെന്റിനെ പോലും വിശ്വാസത്തിലെടുക്കാതെ, ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളെയും അതിന്റെ നേതാക്കന്മാരെയും വിശ്വാസത്തിലെടുക്കാതെ, പൊതുജനങ്ങളെ പോലും വിശ്വാസത്തിലെടുക്കാതെ അമേരിക്കൻ ദാസ്യവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന മൻമോഹൻ സിംഗ് സർക്കാരിന് ഇനി ഇന്ത്യയെ ഭരിക്കാനുള്ള അർഹത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന പ്രഖ്യാപനം കൂടിയാണ് കോഴിക്കോട് ഇന്ന് ആയിരങ്ങൾ നടത്തിയിട്ടുള്ള ഈ റാലി. അമേരിക്കയിലെ ആണവ വ്യവസായികൾക്ക് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നതിനു വേണ്ടി കോടിക്കണക്കിന് രൂപയുടെയും ഡോളറിന്റെയും സബ്സിഡി ആദ്യം പ്രഖ്യാപിക്കുകയും അതിന് തൊട്ടുടനെയായിക്കൊണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ആണവ കരാർ ഒപ്പിടാൻ വേണ്ടിയിട്ടുള്ള കരാർ തയ്യാറാക്കുകയും ചെയ്തതിലൂടെ ഇന്ത്യയെ തങ്ങളുടെ കേവലമായൊരു പ്രവിശ്യ എന്ന പോലെയാണ് അമേരിക്കൻ ഭരണ നേതൃത്വം കൈയാളിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഒരിക്കലും അമേരിക്കയുടെ പ്രവിശ്യയല്ലെന്നും മൻമോഹൻ ഇന്ത്യയിലെ അമേരിക്കയുടെ വൈസ്രോയി ആവാൻ പാടില്ലെന്നുമാണ് ഈ റാലി ഇന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഊർജ പ്രതിസന്ധിയുണ്ട് എന്ന ഇല്ലാത്ത കാരണം പറഞ്ഞുകൊണ്ട് മനുഷ്യകുലത്തിന് തന്നെ വിനയാകുന്ന സ്വഭാവത്തിൽ ആണവോർജം ഉൽപ്പാദിപ്പിക്കുകയും
അതുവഴി ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിനാശങ്ങൾ ഉണ്ടാക്കിയ പഴയ ചരിത്രങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കരാർ എന്നുകൂടിയാണ് ഇന്നിവിടെ തടിച്ചുകൂടിയിട്ടുള്ള ആയിരങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ആണവ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഒന്നാമത്തെ നീക്കം മുതൽ സോളിഡാരിറ്റി കേരളീയ മനസ്സാക്ഷിയോട് സംവദിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. മൻമോഹൻ ഇന്ത്യയെ വിൽക്കരുത് എന്ന് വളരെ മുമ്പ് സോളിഡാരിറ്റി അതിന്റെ തുടക്കത്തിൽ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ മൻമോഹനെ അനുവദിക്കില്ല എന്ന് മറ്റൊരു ഘട്ടത്തിൽ സോളിഡാരിറ്റി പറയുകയുണ്ടായി. മൻമോഹൻ ഇന്ത്യയെ വിൽക്കുക തന്നെയാണ് എന്ന് വീണ്ടും സോളിഡാരിറ്റി വിളിച്ചു പറഞ്ഞു. മൻമോഹന്റെ പ്രത്യേക സൽക്കാരത്തിന് അല്ലെങ്കിൽ മൻമോഹന്റെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് യാങ്കി കിങ്കരനായിട്ടുള്ള ജോർജ് ബുഷ് ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ ജോർജ് ബുഷിന് ഇന്ത്യയുടെ സ്വാഗതമില്ല എന്ന് ശക്തമായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ബുഷ് ഗോ ബാക്ക് എന്ന് വിളിച്ചു പറഞ്ഞതും സോളിഡാരിറ്റി ആയിരുന്നു. ഈ ഒരു ചരിത്ര നിർണായകമായ മുഹൂർത്തത്തിൽ ഇന്ത്യയുടെ സ്വയം നിർണയാവകാശം നിലനിർത്തേണ്ടതുണ്ടോ, അതല്ല ഇന്ത്യയെ അമേരിക്കയുടെ ഒരു പ്രവിശ്യയാക്കി മാറ്റി നിർത്തണോ എന്ന സുപ്രധാനവും ചരിത്ര നിർണായകവുമായിട്ടുള്ള ഈ ഒരു നിമിഷത്തിൽ മൻമോഹന് മാപ്പില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സോളിഡാരിറ്റി വീണ്ടും കേരളീയ മനസ്സാക്ഷിയുടെ മുമ്പാകെ ഉണർന്നു നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. ആണവ കരാറിനെതിരെ പ്രതിഷേധിക്കുന്ന ഇത്രയും വലിയൊരു സംഗമം കേരളത്തിൽ ആദ്യമായിട്ട് ഇന്ന് സോളിഡാരിറ്റി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ റാലിക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സോളിഡാരിറ്റിയുടെ ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് പി മുജീബ് റഹ്മാൻ സാഹിബാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇന്ന് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിന്റെ ദേശീയ സെക്രട്ടറിയും ഇന്ത്യ ആണവ കരാറുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ ചർച്ചകളിലും വളരെ സജീവമായി പങ്കുകൊള്ളുകയും വളരെ കൃത്യമായ നിലപാടുകളും വളരെ കൃത്യമായ ആശയങ്ങളും മുന്നോട്ട് വെക്കുകയും ഈ കരാറിനെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ മനസ്സാക്ഷിയെ പ്രേരിപ്പിക്കുന്നതിന് മുമ്പിൽ നടക്കുകയും ചെയ്തിട്ടുള്ള ഒരു മഹനീയ വ്യക്തിത്വമാണ്. ഫോർവേഡ് ബ്ലോക്കിന്റെ ദേശീയ സെക്രട്ടറി മലയാളി കൂടിയായിട്ടുള്ള ബഹുമാന്യനായ ജി ദേവരാജനാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. സോളിഡാരിറ്റിയുടെ സംസ്ഥാന സമിതിക്ക് വേണ്ടി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് ഇവിടെ പ്രഭാഷണങ്ങൾ നിർവഹിക്കുന്നത് മാധ്യമത്തിന്റെ എഡിറ്റർ ബഹുമാന്യനായ ഒ അബ്ദുറഹ്മാൻ സാഹിബാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഇവിടെ എത്തിച്ചേരുന്നതാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് നമ്മോട് സംസാരിക്കുന്നത് കേരളത്തിലെ തലയെടുപ്പുള്ള പ്രമുഖനായിട്ടുള്ള ആക്ടിവിസ്റ്റ് ബഹുമാന്യനായ CR നീലകണ്ഠൻ അവറുകളാണ്. ഈ കരാറുമായി ബന്ധപ്പെട്ട അതിന്റെ വിശദാംശങ്ങളും അതുപോലെ തന്നെ ആണവോർജം മനുഷ്യരാശിക്ക് ഉണ്ടാക്കിയേക്കാൻ സാധ്യതയുള്ള എല്ലാ വിനാശങ്ങളെയും കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് CR. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുകയാണ്. പിന്നീട് നമ്മെ അഭിസംബോധന ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദരണീയനായ MK മുഹമ്മദ് അലി സാഹിബാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. SIOമിന്റെ സംസ്ഥാന പ്രസിഡന്റ് C ദാവൂദ് സാഹിബ് അതിനുശേഷം നമ്മോട് സംസാരിക്കും. അദ്ദേഹത്തെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. വെളിച്ചിക്കാല സമരസമിതിയുടെ കരുത്തനായിട്ടുള്ള നേതാവ് ഓടനാവട്ടം വിജയപ്രകാശും നമ്മുടെ വേദിയിൽ സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹത്തെയും സോളിഡാരിറ്റിക്ക് വേണ്ടി, സോളിഡാരിറ്റിയുടെ ഓരോ പ്രവർത്തകർക്കും വേണ്ടി, സോളിഡാരിറ്റിയുടെ സംസ്ഥാന സമിതിക്ക് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആണവ കരാറുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ പാർട്ടികൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലവിലിരിക്കുന്ന ഗവൺമെന്റിന് പിന്തുണ പിൻവലിച്ചതിന് ശേഷം ആദ്യമായി നടക്കുന്ന ഒരു പൊതുസമ്മേളനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ആണവ കരാറിനെതിരായി സാമ്രാജ്യത്വ ശക്തിയുടെ പ്രീണന നയങ്ങൾക്ക് വിധേയമായി നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് അധപ്പതിച്ചിരിക്കുന്നു എന്ന പ്രചാരണം നടത്തുവാൻ
ഈ രാജ്യത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളെ ആഹ്വാനം ചെയ്തതിന് ശേഷം എന്റെ ചങ്ങാതിമാരായ ചെറുപ്പക്കാരുടെ മുമ്പാകെ വന്ന് ഇതേ സംബന്ധിച്ച് സംസാരിക്കുവാൻ എനിക്ക് അവസരമുണ്ടാക്കി തന്ന സോളിഡാരിറ്റിയുടെ ഭാരവാഹികളെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഇന്ത്യ അമേരിക്ക സൈനികേതര ആണവോർജ സഹകരണ കരാർ. ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകൾ ഈ കരാറിനെക്കുറിച്ച്, ഇതിന്റെ അപകടത്തെക്കുറിച്ച് ഈ രാജ്യത്തെ മാധ്യമങ്ങളിലൂടെ, ഈ രാജ്യത്തെ സാമൂഹ്യ പ്രവർത്തകരുടെ അഭിപ്രായങ്ങളിലൂടെ ഈ കരാറിനെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എതിർക്കുവാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അത് മനസ്സിലാക്കാത്ത ഒരേ ഒരു വിഭാഗം ഇന്ന് ഈ രാജ്യത്തെ ഗവൺമെന്റ് മാത്രമാണ്. ഈ രാജ്യത്തെ ഗവൺമെന്റ് ഒഴികെയുള്ള സമസ്ത ജനവിഭാഗങ്ങളും ഈ കരാറിനെതിരായി സംസാരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ജനാധിപത്യത്തിന്റെ സാങ്കേതിക വശങ്ങൾ മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഈ കരാറിന് അനുകൂലമായ പ്രചാരണവും ദുഷ്പ്രചാരണവും നടത്തുവാൻ ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റും ആ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന പാർട്ടിയും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും നിർഭാഗ്യകരമായ ഒരു മുഹൂർത്തത്തിലാണ് ഈ രാജ്യത്തെ സാമൂഹ്യ വിഷയങ്ങളിൽ കർമ്മധീരതയോടുകൂടി ഇടപെടുന്ന സോളിഡാരിറ്റി എന്ന സംഘടന മൻമോഹന് മാപ്പില്ല എന്ന പേരിൽ ഇപ്രകാരം ഒരു യുവജന സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇടതുപക്ഷ പാർട്ടികളും ഈ രാജ്യത്തെ പുരോഗമന സമൂഹവും ശാസ്ത്രലോകവും എന്തുകൊണ്ടാണ് ഈ കരാറിനെ എതിർക്കുന്നത് എന്ന് ഒരു പരിധിവരെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകാം. ഇവിടെ പലരും ചോദിക്കുന്ന, ചില മാധ്യമങ്ങളിൽ കൂടെ തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയം, ഏറ്റവും വലിയ വിഷയം ആണവ കരാറാണോ അതോ വിലക്കയറ്റവും പണപ്പെരുപ്പവുമല്ലേ? നിശ്ചയമായിട്ടും പണപ്പെരുപ്പവും വിലക്കയറ്റവും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. അതിനേക്കാളും പ്രധാനപ്പെട്ട വിഷയമാണ് ഈ രാജ്യത്ത് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം നിലനിർത്തുക എന്നുള്ളത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഈ കരാറിനെ എതിർക്കുവാൻ 2005 മുതൽ ഈ രാജ്യത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. ഗവൺമെന്റ് പറയുന്ന വാദഗതികൾ ഈ രാജ്യത്തെ ജനങ്ങൾ മുഖവിലേക്കെടുത്തിട്ടില്ല. ഈ കരാർ ഒപ്പിട്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം ഭാവിയിൽ നേരിടാൻ പോകുന്ന ഊർജ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ എന്ന ഒരു മുട്ടാപ്പോക്ക് നയവുമായി ഗവൺമെന്റും ഗവൺമെന്റിന്റെ പാർശ്വവർത്തികളും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇടതുപക്ഷ പാർട്ടികൾ ഈ ഗവൺമെന്റിന് നൽകിയിട്ടുള്ള കുറിപ്പുകൾ, 2005 മുതൽ നൽകിയിട്ടുള്ള കുറിപ്പുകൾ ഒരു പുസ്തക രൂപേണ ഞങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ കരാറിനെതിരായി സംസാരിക്കുന്നവരെ രാജ്യസ്നേഹമില്ലാത്തവരെന്ന് പോലും പറയുവാൻ ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ മറ്റൊരു വസ്തുത. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഭീകരവാദത്തിനെതിരെ എന്ന പേരിൽ മൂന്നാം ലോക രാജ്യങ്ങളെ ചൂഷണം ചെയ്യുവാൻ ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ, സൈനിക നടപടിക്ക് ശ്രമിച്ചപ്പോൾ, ഇറാഖിനെതിരായി യുദ്ധം നടത്തിയപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചൊരു വാചകമുണ്ട്: അമേരിക്കയോടൊപ്പം നിൽക്കുന്നവർ ഭീകരവാദത്തിനെതിരായും അമേരിക്കയ്ക്കെതിരായി നിൽക്കുന്നവർ ഭീകരവാദികളെന്നുമാണ് അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഇന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് പറയുന്നത്, ഈ ആണവ കരാറിനെ എതിർക്കുന്നവർ രാജ്യസ്നേഹമില്ലാത്തവരും ഈ ആണവ കരാറിന് അനുകൂലമായി നിൽക്കുന്നവർ രാജ്യസ്നേഹികളാണ് എന്ന നിലയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ജോർജ് ബുഷിന്റെ ഭാഷയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ സംസാരിക്കുന്നത്. 6 മാസക്കാലം കൂടി മാത്രമാണ്, ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ജോർജ് ബുഷിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിന്. നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെയും ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഈ രാജ്യത്ത് കുതിരക്കച്ചവടം നടക്കുന്നില്ല എങ്കിൽ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, 22-ാം തീയതി നമ്മുടെ രാജ്യത്തിന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് നിലം പതിക്കുവാൻ പോകുകയാണ്. ഈ രാജ്യത്തിന് കോടിക്കണക്കിന് രൂപയുടെ
കുതിരക്കച്ചവടത്തിനുള്ള വേദി ഡൽഹിയിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെയാണ് ഡൽഹിയിൽ നിന്ന് വന്നത്. ഡൽഹിയിലെ ഭംഗ്യന്തരേണ പറയുന്ന വാചകമല്ല, ഒറ്റപ്പെട്ടു നിൽക്കുന്ന എംപിമാരുടെ വില 25 കോടി കവിഞ്ഞിരിക്കുകയാണ്. കമ്പോളത്തിൽ വിലപേശുന്നത് പോലെ എംപിമാരെ വിലപേശുവാൻ കോൺഗ്രസും കുത്തക മുതലാളിത്തവും ഇന്ന് രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ഗവൺമെന്റിനെ നിലനിർത്തുവാൻ വേണ്ടി. എന്തിനു വേണ്ടിയിട്ട്? ഈ ആണവ കരാർ നടപ്പിലാക്കുന്നതിനു വേണ്ടി മാത്രം. ശ്രീ സാജിദ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആണവ കരാർ എന്ന് വിശദമാക്കുവാൻ ഗവൺമെന്റിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ചോദിക്കുന്നത് ഇത്ര മാത്രമാണ്: നമ്മുടെ ഊർജ പ്രതിസന്ധിക്ക് വേണ്ടി മാത്രമാണോ ഈ ആണവ കരാർ? അങ്ങനെയാണെങ്കിൽ എത്രമാത്രം ഊർജമാണ് ഈ കരാർ മുഖാന്തരം നമുക്കുണ്ടാക്കാൻ കഴിയുക? ഈ കരാർ മുഖാന്തരം ഉണ്ടാക്കാൻ കഴിയുന്ന ഊർജത്തിന് നാം ചിലവിടേണ്ടി വരുന്ന തുക എത്രയാണ്? ഈ കരാറിൽ ഏർപ്പെടുന്നത് കൊണ്ട് നമ്മുടെ രാജ്യത്തിനുണ്ടാകാൻ പോകുന്ന മറ്റ് ഭൗതിക നേട്ടങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ രാജ്യത്തിനുണ്ടാകാൻ പോകുന്ന കോട്ടങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്കൊന്നിനും തൃപ്തികരമായ ഉത്തരം നൽകുവാൻ ഗവൺമെന്റിന് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. പകരം പാർലമെന്റിൽ നൽകിയിട്ടുള്ള ഉറപ്പുകൾ, ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കുന്ന പാർലമെന്റിൽ നൽകിയിട്ടുള്ള ഉറപ്പുകൾ ഇന്നൊന്നൊന്നായി ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതൊന്നും തന്നെ ഈ കരാറിലോ കരാറുമായി ബന്ധപ്പെട്ട മറ്റു നിയമങ്ങളിലോ കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ആണവ കരാറിനെ ഞങ്ങൾ എതിർക്കുന്നത്? ആണവോർജത്തിന് ഈ രാജ്യത്ത് നല്ല ലോകത്താരും എതിരല്ല. ഒരു ആൾട്ടർനേറ്റീവ് എനർജി എന്ന നിലയിൽ, ഒരു ബദൽ ഊർജ സ്രോതസ് എന്ന നിലയിൽ ആണവോർജത്തെപ്പറ്റി ആണവോർജം നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. മറ്റൊരുപാട് ഊർജ സ്രോതസ്സുകൾ നമുക്ക് ഉപയോഗിക്കാനുണ്ടെങ്കിലും അത് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം നിലവിലുണ്ടെങ്കിൽ മാത്രം ആലോചിക്കേണ്ടുന്ന ഒരു ഊർജ സ്രോതസ് മാത്രമാണ് ആണവോർജം. നമ്മുടെ രാജ്യത്ത് ജലവൈദ്യുത പദ്ധതിയിലൂടെ നമുക്ക് ഊർജം ഉൽപ്പാദിപ്പിക്കാം, കൽക്കരി ഉപയോഗിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കാം, കാറ്റിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കാം, തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കാം, അതുപോലെ തന്നെ സൂര്യോർജത്തിൽ നിന്ന് സൗരോർജം ഉപയോഗിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കാം. ഈ മേഖലകളൊക്കെ നമുക്ക് ഉപയോഗിക്കാമെന്നിരിക്കെ ആണവോർജം മാത്രമാണ് ഏകമാർഗമെന്ന നിലയിലുള്ള പ്രചാരണം ഈ രാജ്യത്ത് അതിഗൂഢമായ മറ്റെന്തൊക്കെയോ തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ആണവ കരാർ എന്ന 1, 2, 3 എഗ്രിമെന്റിനെ, ആ കരാറിനെ ഒറ്റപ്പെട്ട ഒരു കരാറായി മാത്രം കാണുന്നത് കേവലവൽക്കരിക്കുന്നതിന് മാത്രം പര്യാപ്തമാണ്. ഈ ആണവ കരാറിനെ എതിർക്കുന്നതിന് ഇടതുപക്ഷ പാർട്ടികളും പുരോഗമന സമൂഹവും ശാസ്ത്രലോകവും ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട ഒരാരോപണമെന്ന് പറയുന്നത്, ഈ കരാറിന്റെ 2ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്, ഈ കരാർ നടപ്പിലാക്കുന്നത് ഓരോ രാജ്യത്തിന്റെയും, അതായത് ഈ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 രാജ്യങ്ങളുടെയും, ഇന്ത്യയുടെയും അമേരിക്കയുടെയും ആഭ്യന്തര നിയമങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും ഈ കരാർ നടപ്പിലാക്കുക എന്നുള്ളതാണ്. ആഭ്യന്തര നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ കരാർ നടപ്പിലാക്കാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്ത് അപ്രകാരം ഒരു നിയമമില്ല. അതേസമയം അമേരിക്ക അപ്രകാരം ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമം ഉണ്ടാക്കിയത് എപ്പോഴാണെന്നും ആ നിയമം മൂലം അമേരിക്കയുടെ കോൺഗ്രസിനോടും അമേരിക്കയുടെ പ്രസിഡന്റിനോടും അമേരിക്കൻ സഭ ആവശ്യപ്പെടുന്നത് എന്താണെന്നും മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഈ ആണവ കരാറിലൂടെ ഇന്ത്യയിലേക്ക് കടന്നു വരാൻ പോകുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണെന്നുള്ളത് നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്നത്. 2005 ജൂലൈ മാസം 18-ാം തീയതി ഇന്ത്യൻ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും തമ്മിലുള്ള സംയുക്ത പ്രസ്താവന വരുന്നു. ഈ ആണവ കരാറിനെ സംബന്ധിച്ചുള്ള സംയുക്ത പ്രസ്താവനയ്ക്കു ശേഷം ആ സംയുക്ത പ്രസ്താവനയെ തലനാഴിക കീറി ഈ രാജ്യത്തെ ശാസ്ത്രലോകം പരിശോധിക്കുവാൻ തുടങ്ങി. അതിനെതിരായ അഭിപ്രായ സ്വരൂപിക്കുവാൻ തുടങ്ങി. പാർലമെന്റിൽ പ്രധാനമന്ത്രി നടത്തിയ സ്വമേധയാ പ്രസ്താവനയ്ക്കെതിരായി കോൺഗ്രസ് ഒഴികെയുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എതിർത്ത് സംസാരിച്ചു. ഈ രാജ്യത്തെ ശാസ്ത്രലോകം ഇതിനെതിരായി പ്രചാരണം ആരംഭിച്ചു. ഈ രാജ്യത്തെ അറ്റോമിക് റിസർച്ച് ഏജൻസിയുടെയും
ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് ഡിപ്പാർട്ട്മെന്റ് ഏജൻസിയുടെയും ഒക്കെ തലവന്മാർ, ശാസ്ത്രജ്ഞന്മാർ ഇതിനെതിരെ നിരവധി ലേഖനങ്ങൾ എഴുതി. ഈ രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളും ശാസ്ത്രജ്ഞന്മാരും മറ്റ് ശാസ്ത്രലോകവും ഈ കരാറിനെ എതിർക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അമേരിക്ക നിയമം കൊണ്ടുവരാൻ നിർബന്ധിതമായി. അങ്ങനെ 2006 ഡിസംബർ മാസത്തിലാണ് അമേരിക്ക ഹൈഡ് നിയമമെന്ന ഏറ്റവും കുപ്രസിദ്ധമായ ഒരു നിയമം പാസാക്കിയത്. ആ തീയതികൾ വളരെ പ്രസക്തമാണ്. 2005 ഈ കരാറിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് സംയുക്ത പ്രസ്താവനയുണ്ടാവുക, ഈ കരാറിനെതിരായി ഇന്ത്യൻ ജനത ശബ്ദിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ, നമ്മുടെ തന്ത്രങ്ങളൊക്കെ പാളുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെ നിയന്ത്രിക്കുവാൻ അമേരിക്ക നിയമം കൊണ്ടുവന്നു. അത് ഇന്ത്യയ്ക്കായി മാത്രമുള്ള നിയമമാണ്. ഇന്ത്യ സ്പെസിഫിക് സേഫ് ഗാർഡ് എന്ന പേരിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണെങ്കിൽ അത് ഇന്ത്യയ്ക്ക് വേണ്ടി മാത്രമുള്ള സുരക്ഷാ മാനദണ്ഡമല്ല, മറിച്ച് ഹൈഡ് നിയമം ഇന്ത്യയ്ക്ക് വേണ്ടി മാത്രമുണ്ടാക്കിയിട്ടുള്ള നിയമമാണ്. ഈ ഇന്ത്യയ്ക്ക് വേണ്ടി മാത്രമുണ്ടാക്കിയിട്ടുള്ള ഈ നിയമം ഇന്ത്യയിലെ നേതാക്കന്മാർ, ഗവൺമെന്റിന്റെ പ്രതിനിധികൾ പറയുന്നത് ഇത് ഇന്ത്യയ്ക്ക് ബാധകമല്ല, ഇത് അമേരിക്കയ്ക്ക് മാത്രം ബാധകമാണ് എന്നാണ്. ഞങ്ങൾ സമ്മതിക്കുന്നു, ഹൈഡ് നിയമം ഇന്ത്യയുടെ നിയമമല്ല, അത് അമേരിക്കയുടെ നിയമം തന്നെയാണ്, സംശയമില്ല. പക്ഷെ എന്താണ് ഈ നിയമത്തിൽ പറയുന്നത്? ഈ നിയമത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇന്ത്യ വരും ദിവസങ്ങളിൽ ഒരാണവ പരീക്ഷണം നടത്തുകയാണെങ്കിൽ ഇന്ത്യക്ക് നൽകുന്ന മുഴുവൻ യുറേനിയവും സാങ്കേതിക വിദ്യയും സഹായങ്ങളുമൊക്കെ പിൻവലിക്കുമെന്ന്. സ്വാഭാവികമായും സംശയമുണ്ടാകും, നിങ്ങളെന്താ ആണവ പരീക്ഷണത്തെ അനുകൂലിക്കുന്നവരാണോ, അണുവായുധത്തെ അനുകൂലിക്കുന്നവരാണോ നിങ്ങളെന്ന ചോദ്യമുണ്ടാകും. അണുവായുധ നിർവ്യാപനം, അതാണ് നമ്മുടെ ലക്ഷ്യം. അണുവായുധം നമുക്കാവശ്യമില്ല. ആണവ നിർവ്യാപനം എന്ന് പറയുന്ന മുദ്രാവാക്യം തന്നെയാണ് നമ്മൾ ഉയർത്തിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ അണുവായുധ പരീക്ഷണം നടത്തേണ്ടുന്നത്, അല്ലെങ്കിൽ നടത്താതിരിക്കേണ്ടത്, ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ നിർദ്ദേശമനുസരിച്ചാകാൻ പാടില്ല. അത് നമ്മുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി തന്നെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. ഹൈഡ് നിയമം പറയുന്നത് അതാണ്. നിങ്ങൾ ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ, പരീക്ഷണം നടത്തുകയാണെങ്കിൽ ഈ കരാറിൽ നിന്ന് പിന്മാറുവാൻ അമേരിക്കയ്ക്ക് അവകാശമുണ്ട്. അവിടം കൊണ്ടും ഈ നിയമം തീരുന്നില്ല. ഈ നിയമം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അമേരിക്കയുടെ നിരവധി പദ്ധതികളിൽ ഇന്ത്യ ഭാഗഭാക്കാകേണ്ടിയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ ചിരകാല സുഹൃത്തായിരുന്ന, വരും ദിവസത്തെ നമ്മുടെ ഇന്ധന പ്രതിസന്ധിക്ക് ഏറ്റവും നല്ല പരിഹാര മാർഗമെന്ന നിലയിൽ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരുന്ന ഇറാൻ പാകിസ്ഥാൻ ഇന്ത്യ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് ഇറാനെതിരായി നടപടി സ്വീകരിക്കുവാൻ ഇന്ത്യ തയ്യാറാകേണ്ടി വരും. ഈ നിയമത്തിൽ പറയുന്നു, ഇറാനെതിരായി, ഇറാനെ ഒറ്റപ്പെടുത്തുവാൻ, ഇറാനെതിരായി സാങ്ഷനുകൾ ഏർപ്പെടുത്തുവാൻ, ഇറാനെതിരായിട്ട് ഉപരോധം ഏർപ്പെടുത്തുവാൻ അമേരിക്ക തുനിയുകയാണെങ്കിൽ, തുനിയുന്ന ഘട്ടം വന്നാൽ അതിനെ സഹായിക്കുവാൻ ഇന്ത്യ ബാധ്യസ്ഥമാണ് എന്നതിൽ എഴുതി വച്ചിരിക്കുന്നു. മറ്റൊന്ന് ഈ നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് ഓരോ വർഷവും അമേരിക്കയുടെ സഭ മുമ്പാകെ, അമേരിക്കയുടെ പാർലമെന്റ് മുമ്പാകെ നമ്മുടെ രാജ്യത്തെ ആണവ ഗവേഷണ പരിപാടികളെക്കുറിച്ച് റിപ്പോർട്ട് നൽകേണ്ടിയിരിക്കുന്നു. ഈ നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഒരു പ്രോളിഫറേഷൻ സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവ്, അതായത് അമേരിക്ക ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ യുദ്ധക്കപ്പലുകളെയോ വിനാശകാരികളായ ആയുധങ്ങൾ കടത്തുന്നു എന്ന പേരിൽ ഏതെങ്കിലും യുദ്ധവിമാനങ്ങളെയോ കപ്പലുകളെയോ ആക്രമിച്ചാൽ ഇന്ത്യ അതിന് സഹായം ചെയ്തു കൊടുക്കേണ്ടി വരും. അതിനാവശ്യമായ ഇന്ധന സൗകര്യവും അതിനാവശ്യമായിട്ടുള്ള വാർത്താവിനിമയ സൗകര്യവും ഇന്ത്യ ചെയ്തു കൊടുക്കേണ്ടി വരുമെന്ന് ഹൈഡ് നിയമത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. അത് ഉറപ്പുവരുത്തുവാൻ അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കയുടെ പൊതുസഭയും ബാധ്യസ്ഥമാണ് എന്ന് ആ നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ പറയുക, ഹൈഡ് നിയമം ഇന്ത്യക്കും ഈ കരാറിനും ബാധകമാണോ അല്ലയോ? ഹൈഡ് നിയമം എന്ന് പറയുന്നത് ഡെമോക്ലീസിന്റെ വാളുപോലെ ഈ കരാറിന് മുകളിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. ഏതു നിമിഷവും അത് പൊട്ടി, ആ നൂലിഴ പൊട്ടി നമ്മുടെ രാജ്യത്തിന്റെ സ്വതന്ത്ര വിദേശ നയമെന്നുള്ള ആ പരമ്പരാഗത സങ്കല്പത്തിന് മേൽ ഏതു നിമിഷവും ഇത് തകർന്നു വീഴാം.
എന്തായിരുന്നു നമ്മുടെ പരമ്പരാഗത സ്വതന്ത്ര വിദേശ നയം? ആ നയത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ ഇപ്പോൾ എന്താണ് കാരണം? എങ്ങനെയാണ് ഈ വ്യതിചലനം ഉണ്ടായത്? നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലം മുതൽ ഈ രാജ്യത്ത് നാം പിന്തുടർന്നു വന്നിരുന്ന ഒരു വിദേശ നയത്തിൽ നിന്ന് വളരെ വ്യക്തമായ മാറ്റം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു കുരാഷ്ട്രവുമായി നമുക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല. ഇസ്രയേലിന് എംബസി പോലും ഉണ്ടായിരുന്നില്ല ഡൽഹിയിൽ. നരസിംഹറാവുവിന്റെ ഗവൺമെന്റിന്റെ സമയത്ത് ഇസ്രായേലുമായി നമ്മൾ നയതന്ത്രപരമായ ബന്ധങ്ങൾ ഉണ്ടാക്കി. അതിന്റെ തുടർച്ച എന്ന നിലയിൽ ഇറാനുമായുള്ള നമ്മുടെ ബന്ധത്തെ തകർക്കുവാൻ വേണ്ടി അമേരിക്കയുടെ കുടില താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഏഷ്യാ ഭൂഖണ്ഡത്തിൽ നിന്നും ഇന്ത്യയെ കൂടെ നിർത്തുവാൻ വേണ്ടി അമേരിക്ക വിരിച്ചിരിക്കുന്ന ഒരു വലിയ വലയുടെ കണ്ണി മാത്രമാണ് ഈ ആണവ കരാറെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിർഭാഗ്യവശാൽ ഇത് മനസ്സിലാക്കുവാൻ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റിന് കഴിയാതെ പോയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ കരാർ പ്രകാരം എന്തിനാണ് ഈ കരാർ? കുറച്ച് യുറേനിയം, കുറച്ച് സാങ്കേതിക വിദ്യ, കുറച്ച് സഹായം നമുക്ക് കിട്ടും. അതിനുവേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ രാജ്യത്ത് ഒരുപാട് കച്ചവടങ്ങൾ നടക്കാറുണ്ട്. പണം കൊടുത്ത് സാധനം വാങ്ങിക്കുന്നു. ഇവിടെ ഉപഭോക്താവും കച്ചവടക്കാരനും തമ്മിലുള്ളൊരു കരാർ മാത്രമാണ്. ചില സാധനങ്ങൾക്ക് 1 വർഷത്തെ ഗ്യാരണ്ടി അല്ലെങ്കിൽ 1 വർഷത്തെ വാറണ്ടി, ഇത്തരത്തിലുള്ളൊരു ബന്ധം മാത്രമാണ് ഉപഭോക്താവും കച്ചവടക്കാരനും തമ്മിലുള്ളത്. ഇവിടെ ഈ കരാർ പ്രകാരം നമ്മൾ എഴുതി കൊടുക്കേണ്ടി വരുന്നത് 40 വർഷത്തേക്ക്, 1-2 ദിവസത്തേക്കോ വർഷത്തേക്കോ അല്ല, 40 വർഷത്തേക്ക്, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 100 വർഷം തികയുന്ന ആ കാലഘട്ടം വരെ നമ്മുടെ രാജ്യത്തിന്റെ ആണവ ഗവേഷണ പരിപാടികൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരിക്കുമെന്നർത്ഥം. നമ്മുടെ രാജ്യത്തിന്റെ ഗവേഷണങ്ങൾ, ആണവ നിലയങ്ങൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരിക്കുമെന്നർത്ഥം. പലരും ചോദിക്കുന്നുണ്ട്, അമേരിക്കയുടെ നിയന്ത്രണത്തിൽ എങ്ങനെയാണാവുക? ഇത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പരിശോധനയ്ക്കല്ലേ വിധേയമാകുന്നുള്ളൂ എന്ന്. ശരിയാണ്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പരീക്ഷണങ്ങൾ തൃപ്തികരമല്ല എങ്കിൽ അമേരിക്കയുടെ പരിശോധകന്മാർക്ക് ഇത് പരിശോധിക്കുവാനുള്ള അനുവാദം നൽകണമെന്ന് വളരെ വ്യക്തമായി ഈ ആണവ കരാറിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് സദ്ദാം ഹുസൈന്റെ കയ്യിൽ മാരകമായ ആയുധങ്ങളുണ്ടെന്ന് അമേരിക്ക കണ്ടെത്തിയത്? അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഒരിക്കലും കണ്ടെത്തിയിരുന്നില്ല സദ്ദാം ഹുസൈന്റെ കൈവശം മാരകമായ വിനാശകാരിയായ ആയുധങ്ങളുണ്ടെന്ന്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി കണ്ടെത്തിയിരുന്നില്ല. പിന്നെ ആരാണ് കണ്ടെത്തിയത്? അമേരിക്കയുടെ പരിശോധകന്മാർ, അമേരിക്കയുടെ ഇൻസ്പെക്ടർമാർ പരിശോധിച്ചപ്പോൾ അവിടെ മാരകമായ ആയുധങ്ങളുണ്ടെന്ന് കണ്ടെത്തുകയും അതിന്റെ ഫലമായി സദ്ദാം ഹുസൈന് ക്രൂരമായി ലോകമനസാക്ഷിയെ ഞെട്ടിപ്പിച്ചുകൊണ്ട് തൂക്കിലേറ്റിയ സംഭവം നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ഇറാനെതിരായി ഇസ്രയേലിനെ ഉപയോഗിച്ചുകൊണ്ട് യുദ്ധസന്നാഹത്തിന് കോപ്പുകൂട്ടുകയാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഒരു യുദ്ധത്തിന്റെ പെരുമ്പറ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണ് കാരണം? ഇറാന്റെ കൈവശവും മാരകമായ ആയുധങ്ങളുണ്ടത്രേ. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ കണക്കുകൾ അനുസരിച്ച് NPT എന്ന് പറയുന്ന ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിട്ടിട്ടുള്ളൊരു രാജ്യമായ ഇറാന്റെ ആണവ പരീക്ഷണശാലകൾ 1450 പ്രാവശ്യം ഇതിനകം പരിശോധന നടത്തിക്കഴിഞ്ഞു. ഇറാന്റെ ആണവ ശാലകളിൽ 1450 തവണ പരിശോധന നടത്തിക്കഴിഞ്ഞിട്ടും അമേരിക്കയ്ക്കോ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്കോ യാതൊരു തരത്തിലുള്ള ക്രമക്കേടുകളും കണ്ടെത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇറാൻ ഭീഷണിയാണ്, ഇറാനെ നിലനിർത്തേണ്ടിയിരിക്കുന്നു എന്നുള്ള പുതിയ തന്ത്രവുമായി അമേരിക്കയും ഇസ്രയേലും വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. നമ്മൾ ഇന്ത്യ ഗവൺമെന്റിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇറാനെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടികൾ ഉണ്ടായാൽ അതിന്റെ ഏറ്റവും ഗുരുതരമായ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് ഈ കൊച്ചു കേരളത്തിലായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇറാനിലെ സൈനിക നടപടി ദോഷം വരുത്തുക? ഇറാനിൽ നടക്കുന്ന ഏതൊരു സൈനിക നടപടിയും മുഴുവൻ പശ്ചിമേഷ്യയിലും അശാന്തി വിതയ്ക്കുവാൻ പോവുകയാണ്.
ജനജീവിതം നശിപ്പിക്കുവാൻ പോകുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ ദശലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യക്കാർ, അതിൽ തന്നെ 90% ഈ കൊച്ചു കേരളത്തിൽ നിന്നുള്ള പാവപ്പെട്ട തൊഴിലാളികളാണ്. അവരുടെ ജീവിതോപാധിയാണ് അത് ബാധിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് ഇറാനെതിരായ നടപടി എന്ന് പറയുന്നത് മാനവരാശിക്കെതിരായിട്ടുള്ള നടപടിയാണ്. അതിൽ ഒപ്പിടുവാൻ, അത്തരത്തിലുള്ള ബന്ധത്തിലേർപ്പെടുവാൻ ദയവ് ചെയ്ത് പ്രിയപ്പെട്ട ഗവൺമെന്റ് നിങ്ങൾ തുനിയരുത് എന്ന അപേക്ഷയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ഗവൺമെന്റ് മുമ്പാകെ വയ്ക്കുന്നത്. ആവർത്തിച്ച് ഇവർ പറയുന്നത് ഒന്നു മാത്രമാണ്, നമുക്ക് ഊർജ പ്രതിസന്ധിയുണ്ട്. ഈ പ്രതിസന്ധി നമുക്ക് പരിഹരിക്കേണ്ടിയിരിക്കുന്നു. വളരെ വ്യക്തമായി ഞങ്ങൾ ചോദിക്കുന്നു, എത്രയാണ് നമ്മുടെ ഊർജത്തിന്റെ പ്രതിസന്ധി? എത്ര ഊർജമാണ് നിങ്ങൾ ഇതുവഴി ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മുടെ രാജ്യത്തിപ്പോൾ നിലവിലുള്ള ആണവ റിയാക്ടറുകൾ പ്രവർത്തിപ്പിക്കുവാൻ, ആണവ നിലയങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ നമുക്ക് യുറേനിയം കൈവശമുണ്ടോ ഇല്ലയോ? നമ്മുടെ രാജ്യത്തെ ആണവോർജ ഏജൻസി കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്നു, നമ്മൾ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് 4600 മെഗാവാട്ട് ആണവോർജമാണ്. ഈ 4600 മെഗാവാട്ട് ആണവോർജം ഉൽപ്പാദിപ്പിക്കുവാനായി നമുക്ക് യുറേനിയം ലഭ്യമാണ്. 10,000 മെഗാവാട്ട് ആണവോർജം ഉൽപ്പാദിപ്പിക്കുവാൻ ആവശ്യമായ യുറേനിയം ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. ഇത് നമ്മുടെ രാജ്യത്തെ ആണവോർജ കമ്മീഷൻ അവര് തന്നെ പുറപ്പെടുവിച്ച ഒരു പത്രപ്രസ്താവനയിൽ പറഞ്ഞതാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തെ നിലവിലിരിക്കുന്ന ആണവ നിലയങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ പുറത്തുനിന്നും ഇത്തരത്തിലൊരു കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മൾ യുറേനിയം വരുത്തേണ്ടെന്ന് ആവശ്യമില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് യുറേനിയം? പ്രധാനമന്ത്രി പറയുന്നത് 2020 ആകുമ്പോഴേക്കും നമ്മുടെ ആണവോർജ ഉൽപാദനം ഏതാണ്ട് 40,000 മെഗാവാട്ടായി വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതായത് 2020 മൊത്തം ഊർജ ആവശ്യത്തിന്റെ ഏതാണ്ട് 7-8% ആണവോർജമായിരിക്കണമെന്നാണ് പ്ലാനിംഗ് കമ്മീഷൻ കണക്കുകൂട്ടിയിരിക്കുന്നത്. ആ നിലവാരത്തിലേക്ക് നമുക്ക് എത്തണം. ഇപ്പൊ 10,000 മെഗാവാട്ട് വൈദ്യുതി നമുക്ക് നമ്മുടെ സ്വന്തം റിയാക്ടറുകൾ, നമ്മുടെ ആഭ്യന്തര റിയാക്ടറുകൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാം. ബാക്കി 30,000 മെഗാവാട്ട് ആണവോർജം ഈ അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന യുറേനിയം ഉപയോഗിച്ച് നമുക്ക് നിർമ്മിക്കാം. നമ്മൾ ചോദിക്കുന്ന ചോദ്യം, 30,000 മെഗാവാട്ട് ആണവോർജമാണ് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എത്ര രൂപയാണ് ഇതിന് ചെലവിടേണ്ടി വരിക? ബഹുമാന്യനായ ശാസ്ത്രജ്ഞൻ PK അയ്യങ്കാർ, AN പ്രസാദ്, മലയാളിയായ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരുമൊക്കെയായി ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഒരു ഏകദേശ കണക്കവർ പറഞ്ഞത്, ഈ 30,000 മെഗാവാട്ട് ആണവോർജം ഉൽപ്പാദിപ്പിക്കുവാൻ 3,30,000 കോടി രൂപ ചിലവടേണ്ടി വരുമെന്നാണ്. ആ സംഖ്യയുടെ ഭീമാകാരത്വമെന്ന് മനസ്സിലാക്കുക. 30,000 മെഗാവാട്ട് ആണവോർജം ഉൽപ്പാദിപ്പിക്കുവാൻ ഏതാണ്ട് 3,30,000 കോടി രൂപ ചിലവിടേണ്ടി വരുന്നു. ഈ 30,000 മെഗാവാട്ട് കൽക്കരി ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ 1,20,000 കോടി രൂപ മാത്രം മതി. ഈ 30,000 മെഗാവാട്ട് ജലവൈദ്യുത പദ്ധതി ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ 90,000 കോടി രൂപ മാത്രം മതി. അപ്പോൾ ഈ 30,000 മെഗാവാട്ട് വൈദ്യുതി 3,30,000 കോടി രൂപ ചെലവഴിച്ച് ആണവോർജം തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നതിന്റെ പിറകിലുള്ള രഹസ്യം നമുക്കാർക്കും മനസ്സിലാകുന്നില്ല. ഈ 3,30,000 കോടി രൂപയിൽ തെർമൽ പവർ ഉപയോഗിച്ച് 1,20,000 കോടി രൂപയ്ക്ക് 30,000 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കാമെങ്കിൽ ബാക്കി വരുന്ന ഏതാണ്ട് 2 ലക്ഷം കോടി രൂപ ഉപയോഗിച്ച് 100 കിടക്കകളുള്ള 20,000 ആശുപത്രികൾ നിർമ്മിക്കാം. ഈ രാജ്യത്തെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ 2,50,000 കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ അതല്ല നിങ്ങൾക്ക് ആവശ്യം. ഇതിന്റെ പിറകിലുള്ള മറ്റെന്തോ രഹസ്യമായ ചരട് നീക്കം, അത് നിങ്ങൾ വ്യക്തമാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ പറയുന്നത്. എന്താണ് ഇതിന്റെ പിറകിലുള്ളത്? അത് വളരെ വ്യക്തമാണ്. അത് വളരെ വ്യക്തമാണ്. നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത്, ഈ ജനുവരി മാസം കഴിഞ്ഞാൽ ജോർജ് ബുഷിന്റെ കാലാവധി തീരുകയാണ്. ജോർജ് ബുഷ് പോകുന്നതിന് മുമ്പ് ഈ കരാറിൽ ഒപ്പിടണം. ഈ രാജ്യത്തെ ജനങ്ങളോടല്ല പ്രതിപത്തി, അമേരിക്കൻ പ്രസിഡന്റിനോടാണ് പ്രതിപത്തി.
അമേരിക്കയുടെ ടൈം ഫ്രെയിം അനുസരിച്ചാണ് കാര്യങ്ങൾ നീക്കുന്നത്. ഇടതുപക്ഷ പാർട്ടികൾ കഴിഞ്ഞ 4 വർഷക്കാലം ഈ ഗവൺമെന്റിന് പിന്തുണ നൽകിക്കൊണ്ടിരുന്ന പാർട്ടികൾ ഈ മാസം 7-ാം തീയതിക്കകം ഈ കരാറുമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രധാനമന്ത്രിയും പ്രണബ് മുഖർജിയും ഒക്കെ പറഞ്ഞത്, ഇങ്ങനെ ഒരു ടൈം ഫ്രെയിമിനകത്ത് നിന്നുകൊണ്ട് ഒരു ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ കഴിയില്ല. ഇങ്ങനെ ഡെഡ് ലൈനുകൾ പുറപ്പെടുവിച്ചാൽ, ഇങ്ങനെ നേരത്തെ കൂട്ടി സമയപരിധി നിശ്ചയിച്ചാൽ ഒരു ഗവൺമെന്റിനും പ്രവർത്തിക്കാൻ കഴിയില്ല. ഈ രാജ്യത്ത് ഈ ഗവൺമെന്റിനെ നിലനിർത്തിയവരോട് പറയുന്ന സമയക്രമം പാലിക്കുവാൻ തയ്യാറാകാത്തവർ അമേരിക്കയുടെ സമയക്രമം പാലിക്കുവാൻ തയ്യാറായിരിക്കുന്നു. ജോർജ് ബുഷ് പറയുന്ന ദിവസം ഇതിൽ ഒപ്പിട്ട് കൊടുക്കുവാൻ അവർക്ക് യാതൊരു മടിയുമില്ല. മറിച്ച് ഈ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നവർ, ഈ രാജ്യത്തെ ജനങ്ങൾ, അവർ പറയുന്ന സമയക്രമം പാലിക്കുവാൻ ഇവർക്കാർക്കും സമയമില്ല. അപ്പോൾ ഇതിന്റെ പുറകിലുള്ള തന്ത്രം വളരെ വ്യക്തമാണ്. ഇതിന്റെ പുറകിലുള്ള ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഇന്ത്യയെ അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമാക്കി മാറ്റുക. ഇന്ത്യയെ അമേരിക്കയുടെ സാമന്ത രാജ്യമാക്കി മാറ്റുക. ബ്രിട്ടീഷുകാരിൽ നിന്നും ഏതാണ്ട് 2 നൂറ്റാണ്ട് കാലം നാം സമരം ചെയ്തു നേടിയെടുത്ത, ജീവത്യാഗം ചെയ്തു നേടിയെടുത്ത സ്വാതന്ത്ര്യം അമേരിക്കയുടെ കൈകളിലേക്ക് വെച്ചുകൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. അതിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ ദേശാഭിമാനികളായിട്ടുള്ള ഈ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും കടമയാണ്. അതുകൊണ്ടാണ് ഈ കരാറിനെ എതിർക്കുവാൻ ഞങ്ങൾ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതിനകത്ത് രാഷ്ട്രീയമില്ല. ഇത് ഈ രാജ്യത്തിന്റെ ഭാവിയുടെ വിഷയമാണ്, രാജ്യസ്നേഹത്തിന്റെ വിഷയമാണ്. ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ 30,000 മെഗാവാട്ട് വൈദ്യുതി 2020 ഉണ്ടാകുമെന്നുള്ള കണക്കുകൂട്ടലോടുകൂടി ഈ രാജ്യത്തിന്റെ പരമാധികാരത്തെയും സ്വാതന്ത്ര്യത്തെയും അമേരിക്കയുടെ മുമ്പിൽ നിങ്ങൾ അടിയറ വയ്ക്കുവാൻ പോകുന്നു. എന്താണ് ഈ അമേരിക്കയുടെ പാരമ്പര്യം? അമേരിക്ക എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ജനാധിപത്യ സംരക്ഷണം, ഭീകരവാദത്തിനെതിരായിട്ടുള്ള പ്രവർത്തനം, വിനാശകാരികളായ ആയുധങ്ങളുടെ നിർവ്യാപനം, ഈ 3 കാരണങ്ങളാണ് പ്രധാനമായും അമേരിക്ക ചൂണ്ടിക്കാട്ടുന്നത്. ജനാധിപത്യ സംരക്ഷണത്തെക്കുറിച്ച് പറയുവാൻ അമേരിക്കയ്ക്ക് അവകാശമില്ല. കമ്പ്യൂട്ടറിന് തെറ്റുപറ്റിയത് കൊണ്ടാണ് ജോർജ് ബുഷ് പ്രസിഡന്റായത്. ഈ രാജ്യത്തെന്നല്ല, ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം, കമ്പ്യൂട്ടറിന് തെറ്റുപറ്റിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ജോർജ് ബുഷ് ആ കസേരയിൽ ഇരിക്കുമായിരുന്നില്ല. ആ രാജ്യത്തിന് ജനാധിപത്യത്തെപ്പറ്റി പറയുവാൻ അവകാശമില്ല. എത്രയോ ജനാധിപത്യ രാജ്യങ്ങളെ അട്ടിമറിച്ച പാരമ്പര്യമാണ് അമേരിക്കയ്ക്കുള്ളത്. ആ രാജ്യത്തിന് ജനാധിപത്യത്തെപ്പറ്റി സംസാരിക്കുവാൻ അവകാശമില്ല. ഭീകരവാദത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആരാണ് യഥാർത്ഥ ഭീകരവാദി? ലോകത്തെ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രം അമേരിക്ക തന്നെയാണെന്നുള്ളതിന് മറ്റേതെങ്കിലും തെളിവുകൾ ആവശ്യമുണ്ടോ? സ്വതന്ത്രമായി ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഭരണാധികാരികള് നിഷ്ഠൂരമായി വലിച്ചിഴച്ച് കരുമഴത്തിലേറ്റിയ പാരമ്പര്യം ലോകത്തൊരു രാജ്യത്തിനുമില്ല, അമേരിക്കയ്ക്ക് മാത്രമുള്ളതാണ്. ആ രാജ്യത്തിന് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ പോലും അവകാശമില്ല. പിന്നെ പറയുന്നത് വിനാശകാരികളായ ആയുധങ്ങൾ, അവയുടെ നിർവ്യാപനം. ലോകത്താദ്യമായി അണുബോംബ് ഉപയോഗിച്ച് നാഗാസാക്കിയിലെയും ഹിരോഷിമയിലെയും ജനങ്ങളെ ചുട്ടുകൊന്നത് അമേരിക്കയല്ലേ? അതിനു മുമ്പും ഒരു രാജ്യവും അണുവായുധം ഉപയോഗിച്ചിട്ടില്ല, ആറ്റം ബോംബ് ഉപയോഗിച്ചിട്ടില്ല. ജപ്പാനിലെ നാഗാസാക്കിയിലും ഹിരോഷിമയിലും ആഗസ്റ്റ് 6-ാം തീയതിയും ആഗസ്റ്റ് 9-ാം തീയതിയും 1945 2-ാം ലോകമഹായുദ്ധത്തിന്റെ അവസാന നിമിഷത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ കുരുതി കൊടുത്തത് അമേരിക്കയല്ലേ? വിയറ്റ്നാമിൽ ഏജന്റ് ഓറഞ്ച് എന്ന് പറയുന്ന അതിഭീകരമായ ബോംബുകൾ, നാപ്പാം ബോംബുകൾ ഉപയോഗിച്ച് ആ രാജ്യത്തെ തകർത്തു തരിപ്പണമാക്കിയ പാരമ്പര്യം അമേരിക്കയ്ക്ക് മാത്രം അവകാശപ്പെട്ടതല്ലേ? ഇറാഖിൽ സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയ ശേഷം ലക്ഷക്കണക്കിന് ആളുകളെ, സ്ത്രീകളെയും കുട്ടികളെയും അവിടെ കൊലവിളിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയല്ലേ? അപ്പൊ അമേരിക്കയ്ക്ക് വിനാശകാരികളായ ആയുധം തടയുവാൻ എന്ന പേരിൽ ഈ മറ്റു രാജ്യങ്ങളുടെ മേൽ കുതിര കയറുവാൻ ഒരവകാശവുമില്ല. അതിലൊക്കെ ഉപരിയായി ഏതെങ്കിലും ഒരു രാജ്യം ആയുധം ഉണ്ടാക്കുന്നുണ്ടോ, ആയുധം സൂക്ഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ അമേരിക്ക എന്താണ്, ലോകത്തിന്റെ മുഴുവൻ പട്ടാളക്കാരനാണോ? അമേരിക്കയാണോ ലോകത്ത് മുഴുവൻ സമാധാനമുണ്ടാക്കുവാൻ ശ്രമിക്കുന്ന രാജ്യം?
ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയുവാൻ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിക്കോ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റിനോ കഴിയുന്നില്ല. അവർക്കാവശ്യം അമേരിക്കയുമായിട്ടുള്ള കൂടുതൽ തന്ത്രപരമായ സഹകരണമാണ്. എന്താണ് അവർ ചെയ്തത്? സൈനിക അഭ്യാസങ്ങൾ, നാവിക അഭ്യാസങ്ങൾ ആരുമായിട്ടാണ്? ആസ്ട്രേലിയയും ജപ്പാനും അമേരിക്കയും അടങ്ങുന്ന ത്രിരാഷ്ട്ര സഖ്യവുമായി ഇന്ത്യയുടെ സംയുക്ത നാവിക സൈനിക അഭ്യാസങ്ങൾ. എന്നേക്കാളൊക്കെ മുതിർന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. അവരോട് ചോദിക്കുക, എപ്പോഴാണ് ഒരു രാജ്യം സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തേണ്ടത്? ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായി കൈചേർത്തുകൊണ്ട് കൂട്ടുപിടിച്ചുകൊണ്ട് അത് സംയുക്തമായ നാവിക അഭ്യാസമാകട്ടെ മറ്റ് സൈനിക അഭ്യാസമാകട്ടെ എപ്പോഴാണ് നടത്തേണ്ടത്? ഈ രണ്ടു രാജ്യങ്ങൾക്കും പൊതുവായ ഒരു ശത്രു ഉണ്ടെങ്കിൽ, ഈ രണ്ടു രാജ്യങ്ങൾക്കും പൊതുവായ ഒരു ശത്രു നിലവിലുണ്ടെങ്കിൽ സംയുക്ത നാവികാഭ്യാസങ്ങൾ നടത്തി അത് മാനസികമായ ഒരു മേൽക്കൈ നേടുവാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യയുടെയും ആസ്ട്രേലിയയുടെയും പൊതുശത്രു ആരാണ്? ഇന്ത്യയുടെയും ജപ്പാന്റെയും പൊതുശത്രു ആരാണ്? അമേരിക്കയുമായിട്ട് നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ട കാര്യമേ വരുന്നില്ല. അവരുടെ താൽപര്യങ്ങൾ വേറെ, നമ്മുടെ താൽപര്യങ്ങൾ വേറെ. അതുകൊണ്ട് പൊതുശത്രുവും പൊതുമിത്രത്തിന്റെയും വ്യവസ്ഥ അല്ലെങ്കിൽ വിഷയമേ അവിടെ ഉത്ഭവിക്കുന്നില്ല. അപ്പൊ പൊതുശത്രു ഒന്നുമില്ലാതെ നമ്മുടെ രാജ്യത്തെ ആണവ പരീക്ഷണ നിലയങ്ങൾ മാത്രമല്ല സൈനിക മേഖലകളിലേക്ക് പോലും കടന്നു കയറുവാൻ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മണിപ്പൂരിൽ, നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിൽ അമേരിക്കയുടെ സൈനിക അഭ്യാസം വളരെ രഹസ്യമായി നടന്നു. നമ്മുടെ പട്ടാളക്കാർ കൂടി ഉൾപ്പെട്ടിട്ടുള്ള സൈനിക അഭ്യാസങ്ങൾ, സൈനിക പ്രകടനങ്ങൾ വളരെ രഹസ്യമായി നടന്നു. നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ അമേരിക്കയുമായി നാവിക അഭ്യാസങ്ങൾ നടന്നു. ആരൊക്കെയാണതിൽ പങ്കെടുത്തത്? 7ാം കപ്പൽപ്പടയിൽ ഇന്ത്യയുടെ നിർണായകമായ മുഹൂർത്തത്തിൽ പാകിസ്ഥാനുമായി നടന്ന യുദ്ധസമയത്ത്, ബംഗ്ലാദേശിന്റെ വിമോചന സമയത്ത് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുവാൻ ബംഗാൾ ഉൾക്കടലിലേക്ക് പറഞ്ഞയച്ച 7ാം കപ്പൽപ്പടയിൽ ഉണ്ടായിരുന്ന USS നിംഡിസ് എന്ന് പറയുന്ന കുപ്രസിദ്ധമായ കപ്പൽ ഈ സംയുക്ത നാവികാഭ്യാസത്തിൽ പങ്കെടുക്കുവാൻ ചെന്നൈയിലും വിശാഖപട്ടണത്തിലും എത്തിച്ചേർന്നു. ലജ്ജ തോന്നുന്നു. ഏതു രാജ്യത്തിനെതിരായിട്ടാണോ, ഏത് ഭരണകൂടത്തിനെതിരായിട്ടാണോ ഈ രാജ്യത്തെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തത്, ആ സ്വാതന്ത്ര്യം ഇന്ന് അതിനേക്കാൾ ഭീകരമായ ഒരു സാമ്രാജ്യത്വ ശക്തിയുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള വ്യഗ്രതയിൽ നമ്മുടെ രാജ്യത്തിന്റെ സമസ്ത പാരമ്പര്യവും പൈതൃകവും ഗവൺമെന്റ് മറന്നുപോകുന്നു എന്നാണ് ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്. പ്രിയമുള്ളവരെ, ഈ ആണവ കരാർ നമുക്കാവശ്യമുള്ള ഒന്നല്ല. നമ്മുടെ രാജ്യത്തിന്റെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുവാൻ ഈ ആണവ കരാർ പര്യാപ്തമല്ല. നമുക്കാവശ്യമായിട്ടുള്ള ഊർജം ഈ ആണവ കരാർ മുഖാന്തരം ഉണ്ടാകാൻ പോകുന്നില്ല. മറിച്ച് നാം കെട്ടിപ്പടുത്തിട്ടുള്ള സ്വതന്ത്ര വിദേശ നയം, നമ്മുടെ പരമാധികാരം, തീരുമാനമെടുക്കുവാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം, ഈ സ്വാതന്ത്ര്യങ്ങളെ മുഴുവൻ സാമ്രാജ്യത്വ ശക്തികൾക്ക് കൈമാറുവാൻ പര്യാപ്തമായ ഒരു കരാറാണ് ഈ 123 കരാർ അഥവാ ഇന്ത്യ അമേരിക്ക സൈനികേതര ആണവോർജ കരാർ. ഇത് നമ്മുടെ രാജ്യത്തിന് ഇപ്പോൾ ആവശ്യമുള്ള ഒന്നല്ല. നമ്മുടെ രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയവും ഇതല്ല. കോൺഗ്രസ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ഏകകക്ഷി ഭരണം അവസാനിച്ചിരിക്കുന്നു. ഒറ്റയ്ക്ക് ഒരു കക്ഷിയും ഇന്ന് അധികാരത്തിൽ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിയുടെയും പ്രകടന പത്രികയ്ക്ക് ജനങ്ങളുടെ പരിപൂർണമായ അംഗീകാരം കിട്ടുന്നില്ല. കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് 26% വോട്ട് മാത്രമാണ്. അതിനർത്ഥം 74% ആളുകൾ കോൺഗ്രസിനെതിരായി വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പ്രകടന പത്രിക നടപ്പിലാക്കുവാനുള്ള ജനങ്ങളുടെ അംഗീകാരം ആ ഗവൺമെന്റിന് ലഭിച്ചിരുന്നില്ല. അപ്പൊ ആ അർത്ഥത്തിൽ ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കുവാൻ ഗവൺമെന്റ് അവകാശമില്ല. ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അന്താരാഷ്ട്ര കരാറുകൾ പാർലമെന്റിൽ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ നടപ്പിലാക്കാൻ കഴിയൂ എന്ന രീതിയിൽ ഭരണഘടനാ ഭേദഗതി വേണമെന്ന് ആവശ്യപ്പെടുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക വ്യാപാര സംഘടനയിൽ പാർലമെന്റിനോടും രാഷ്ട്രീയ പാർട്ടികളോടും ഈ രാജ്യത്തെ സാമൂഹ്യ പ്രവർത്തകരോടും ആലോചിക്കാതെ കരാറിൽ ഒപ്പിട്ടതിന്റെ ഫലമായി നമ്മുടെ രാജ്യത്തെ കാർഷിക വ്യാവസായിക മേഖല ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തിക്തഫലങ്ങൾ നാമൊക്കെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. 1995 ശേഷം
ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് മാത്രം 1,60,000 കർഷകർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഇത് ഔദ്യോഗികമായ കണക്കുകളാണ്. അനൌദ്യോഗികമായ കണക്കുകൾ ഇതിന്റെ 10 ഇരട്ടിയിലാണ്. എന്തുകൊണ്ടാണത് സംഭവിച്ചത്? WTO എന്ന് പറയുന്നത് ലോക വ്യാപാര സംഘടനയാണ്. വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ലോക സംഘടന. ഇന്ന് വ്യാപാരം മാത്രമല്ല ആ സംഘടന കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് കൃഷി ആ സംഘടന കൈകാര്യം ചെയ്യുന്നു. വാണിജ്യം ആ സംഘടന കൈകാര്യം ചെയ്യുവാൻ പോകുന്നു. അപ്പൊ സമസ്ത മേഖലകളെയും നിയന്ത്രിക്കുന്ന തരത്തിൽ എല്ലാ വിഷയങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ലോക വ്യാപാര സംഘടന 3ാം ലോക രാജ്യങ്ങളെ വീർപ്പുമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കരാറിൽ ഒപ്പിടുന്നതിന് മുമ്പ് ഈ രാജ്യത്തെ പാർലമെന്റിനോട് ആലോചിച്ചില്ല, രാഷ്ട്രീയ പാർട്ടികളോട് ആലോചിച്ചില്ല. ആ അർത്ഥത്തിൽ ഈ കരാറും ഗവൺമെന്റ് ആരുമായി ആലോചിക്കാതെ ഒപ്പിടാൻ പോകുകയാണ്. അതിന്റെ തിക്തഫലങ്ങൾ ഈ രാജ്യത്ത് വരുന്ന തലമുറയാണ് അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സോളിഡാരിറ്റി ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യം മൻമോഹൻ സിംഗിന് മാപ്പില്ല എന്നുള്ളത് അർത്ഥവത്തായ മുദ്രാവാക്യമാണ്. ഈ തലമുറ മാത്രമല്ല, ഭാവി തലമുറയും ഈ കരാറിൽ ഒപ്പിടുകയാണെങ്കിൽ മൻമോഹൻ സിംഗിന് മാപ്പ് നൽകുവാൻ പോകുന്നില്ല. മൻമോഹൻ സിംഗിന് ഈ കരാർ ഒപ്പിടുവാനുള്ള തിടുക്കം, ധൃതി എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമാകാൻ പോകുന്നു. എന്തൊക്കെ കള്ളത്തരങ്ങളാണ്, നുണകളാണ് ഈ ഗവൺമെന്റ് ആദ്യം മുതൽ ഈ രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിക്കുവാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു. ആ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും നിഗമനങ്ങളും കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ ഞങ്ങൾ ഈ കരാറുമായി മുന്നോട്ട് പോകുകയുള്ളൂ എന്നാണ് ആദ്യം പറഞ്ഞത്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെ സമീപിച്ചതിനെതിരെ ഇടതുപക്ഷ പാർട്ടികളോടും ചിലരൊക്കെ വിരോധം പ്രകടിപ്പിച്ചു. ഞങ്ങളോടൊക്കെ തന്നെ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി ചർച്ച നടത്തുവാൻ ഈ ഗവൺമെന്റിനെ അനുവദിച്ചത് എന്നുള്ളത്. ഈ ചെറുപ്പക്കാരുടെ സമൂഹത്തെ സാക്ഷി നിർത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളോട് പറഞ്ഞത് ഈ കരാർ നടപ്പിലാക്കാൻ കഴിയില്ല, ഈ കരാറിൽ നിന്ന് നമുക്ക് പുറത്തു വരേണ്ടിയിരിക്കുന്നു. പക്ഷേ 2 ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങൾ ഒരു കരാറിനെ സംബന്ധിച്ച് വ്യവസ്ഥകൾ പറഞ്ഞുറപ്പിച്ച ശേഷം നമ്മുടെ ഗവൺമെന്റിന് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ നമുക്ക് കുറച്ച് മുമ്പോട്ട് പോയി കരാർ നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്ന് വരുത്തിയ ശേഷം ഒരു മാന്യമായ പുറത്തുവരാനുള്ള വഴി, ഹോണറബിൾ എക്സിറ്റ്, മാന്യമായി ഈ കരാറിൽ നിന്നും പുറത്തുവരാനുള്ളൊരു വഴി തേടുവാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെ സമീപിക്കുവാൻ അനുവദിക്കുക. സുഹൃത്തുക്കളെ, ഇത് ഞങ്ങളോട് പറഞ്ഞതാണ്. ഈ കരാറിൽ നിന്നും മാന്യമായി പുറത്തുവരാൻ, കാരണം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള നമ്മുടെ ചർച്ച സുഗമമല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ കരാറിൽ നമുക്ക് ഒപ്പിടാൻ കഴിയുകയില്ല. അതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് തിരിച്ചു വരാൻ കഴിയും. അതുകൊണ്ട് അവിടം വരെ പോകുവാൻ ഞങ്ങളെ അനുവദിക്കുക. ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾ, എന്നേക്കാളൊക്കെ എത്രയോ പരിണിതപ്രജ്ഞരായ നേതാക്കന്മാരാണ് ആ വേദിയിലുള്ളത്. ആ വാക്ക് വിശ്വസിച്ചു അവിടം വരെ പോയി തിരിച്ചു വരിക. അതുകൊണ്ട് മാത്രമാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെ സമീപിക്കുവാൻ ഈ ഗവൺമെന്റിന് അനുവാദം നൽകിയത്. അവിടെ പോയതിനു ശേഷം ഞങ്ങൾ വ്യവസ്ഥ വെച്ചു, എന്താണോ നിങ്ങൾ ചർച്ച ചെയ്യുന്നത് അത് ഈ കമ്മിറ്റി മുമ്പാകെ കൊണ്ടുവരണം. കൊണ്ടുവരാം. എഴുതി തയ്യാറാക്കിയ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളത് പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ന് സോളിഡാരിറ്റിയുടെ നേതാക്കന്മാർക്ക് ഞാൻ ആ പുസ്തകം നൽകിയിട്ടുണ്ട്. എഴുതി തന്നിട്ടുണ്ട്, നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നു കൊള്ളാമെന്ന്. ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് രഹസ്യരേഖയാണ്, ആരെയും കാണിക്കാൻ കഴിയില്ല. അതീവ രഹസ്യമായ രേഖയാണ്, അത് ഒപ്പിടുന്നതിന് മുമ്പ് ആരെയും കാണിക്കാൻ പാടില്ല. ആ പറഞ്ഞ് അച്ചടിച്ച മഷി ഉണങ്ങുന്നതിന് 24 മണിക്കൂറിന് മുമ്പ് അമേരിക്കയുടെ വിവിധ വെബ്സൈറ്റുകളിൽ പൂർണ്ണ രൂപം പ്രത്യക്ഷപ്പെട്ടു. നാണക്കേട് കൊണ്ട് മുഖം നഷ്ടപ്പെട്ട ഗവൺമെന്റ് ഇന്ത്യയിലും അത് പ്രസിദ്ധീകരിച്ചു. ഇതാണ് രേഖ. വായിച്ചപ്പോഴാണ് അറിയുന്നത്, ഇന്ത്യയ്ക്കായുള്ള പ്രത്യേക സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്ന കരാറിൽ ഇന്ത്യയ്ക്കായി പ്രത്യേകിച്ചൊന്നുമില്ല. മറ്റ് ന്യൂക്ലിയർ ഇല്ലാത്ത, ആണവ ഊർജമില്ലാത്ത അല്ലെങ്കിൽ ആണവ ശക്തി അല്ലാത്ത രാജ്യങ്ങൾക്കായി ഏതുതരത്തിലുള്ള കരാറാണോ ഈ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്രകാരമുള്ളൊരു കരാർ മാത്രവുമല്ല, ശ്രീ മൻമോഹൻ സിംഗ് ഇന്ത്യൻ പാർലമെന്റിൽ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒന്നുപോലും പാലിക്കുവാനുള്ള വ്യവസ്ഥ ഈ കരാറിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല.
ഈ 3 കരാറുകൾ, ഒരു നിയമവും 2 കരാറും, അമേരിക്ക പാസാക്കിയിട്ടുള്ള ഞാൻ ആദ്യം വിശദീകരിച്ച ഹൈഡ് നിയമവും, നമ്മുടെ രാജ്യത്തിന്റെ മുഴുവൻ പരമാധികാരവും കവർന്നെടുക്കുന്ന ആണവ കരാറും, അതിനെ സഹായിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യയ്ക്കായുള്ള പ്രത്യേക സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്ന അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഈ കരാറും നമ്മുടെ രാജ്യത്തെ 3 വഴികളിലൂടെ വരിഞ്ഞു മുറുക്കുവാൻ പോകുകയാണ്. അതിനെതിരെ പ്രതികരിക്കുവാൻ, പ്രതിഷേധിക്കുവാൻ ഈ രാജ്യത്തെ സമസ്ത ജനവിഭാഗങ്ങൾക്കും അവകാശമുണ്ട്. ആ അവകാശത്തിന്റെ തുടക്കം സോളിഡാരിറ്റി കുറിച്ചുവെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതിന് സോളിഡാരിറ്റി അഭിനന്ദിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്. ഇന്ത്യ US ആണവ കരാറിനെതിരെ രാജ്യവ്യാപകമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധ പ്രതികരണ പരിപാടികളോട് ചുവടൊപ്പിച്ചുകൊണ്ട് തന്നെയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ മൻമോഹന് മാപ്പില്ല എന്ന തലവാചകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സോളിഡാരിറ്റി ബഹുജന റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. മാപ്പർഹിക്കാത്ത എന്തപരാധമാണ് ശ്രീ മൻമോഹൻ സിംഗ് ചെയ്തത് എന്നതിനെക്കുറിച്ച വിശദാംശങ്ങൾ ഉദ്ഘാടന പ്രഭാഷണത്തിൽ പ്രതിപാദിക്കുകയുണ്ടായി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും സ്വയം നിർണയാവകാശവും പണയപ്പെടുത്തിയ ഒരു പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഒരു രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിനകത്തെ ജനസമൂഹത്തിന് അതിശക്തമായി ഉയർത്തുവാൻ അല്ലെങ്കിൽ ഉന്നയിക്കുവാൻ കഴിയുന്ന ഒരു ഭാഷയാണ് സോളിഡാരിറ്റി ഈ പ്രമേയത്തിലൂടെ ഉയർത്തിവിട്ടിരിക്കുന്നത്. ചരിത്രത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അതിശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി അബദ്ധങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഭീമാബദ്ധമാണ് ആണവ കരാറുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ജനവിഭാഗത്തെ മുഴുവൻ വിശ്വാസത്തിലെടുക്കാതെയുള്ള ഈ പ്രയാണം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇതുപോലുള്ള ധാരാളം അബദ്ധങ്ങൾ മുമ്പും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ട്. അത്തരം അബദ്ധങ്ങൾക്കെല്ലാം അവർക്ക് കൊടുക്കേണ്ടി വന്ന വില കനത്തതാണ് എന്നെങ്കിലും അവർ മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ പ്രതീകമായ ബാബരി മസ്ജിദിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട അതിശക്തമായ ആഘാതം ഇന്ത്യ രാജ്യത്തിന് ഏൽപ്പിച്ചതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു. അത് മിസ്റ്റർ നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലായിരുന്നുവെങ്കിൽ മതേതരത്വത്തിന് ആഘാതമേൽപ്പിച്ചതുപോലെ തന്നെ രാജ്യം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെയും സ്വയം നിർണയാവകാശത്തെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള അപകടകരമായ കരാറുമായി ഇപ്പോൾ മുമ്പിൽ കടന്നുവന്നിരിക്കുന്നത് ശ്രീ മൻമോഹൻ സിംഗ് ആണെന്ന് മാത്രം. ഒരുപക്ഷെ കമ്പ്യൂട്ടറിന്റെ തെറ്റുകൊണ്ടാണ് ശ്രീ ജോർജ് W. ബുഷ് ഈ അമേരിക്കയുടെ പ്രസിഡന്റായത് എങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ശ്രീ മൻമോഹൻ സിംഗ് കടന്നു വന്നത് ജനാധിപത്യ സംവിധാനത്തിലൂടെയല്ല, കോൺഗ്രസിന് സംഭവിച്ച ചരിത്രപരമായ വിഡ്ഢിത്തത്തിന്റെ ഫലമായിട്ടാണ്. ഇതുപോലെ ഒരു പ്രധാനമന്ത്രിയെ താങ്ങി നിർത്തേണ്ടുന്ന ഗതികേട് ഈ ജനാധിപത്യ രാജ്യത്തിനുണ്ടായത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നമുക്കറിയാമല്ലോ, ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി എന്തുകൊണ്ട് മാപ്പർഹിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തെ പ്രധാനമന്ത്രി സ്വന്തം ജനതയെ വിശ്വാസത്തിലെടുത്തില്ല എന്നുള്ളത് കൊണ്ടാണ്. ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ പാർലമെന്റിന് മുഖവിലക്കെടുത്തില്ല എന്നതുകൊണ്ടാണ്. ഈ രാജ്യത്തെ പ്രധാനമന്ത്രി തന്നെ 4.5 വർഷക്കാലത്തോളം പിന്തുണച്ച ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്തില്ല എന്നുള്ളത് കൊണ്ടാണ്. ഈ രാജ്യത്തെ പ്രധാനമന്ത്രി സ്വന്തം പാർട്ടിയെ വിശ്വാസത്തിലെടുത്തില്ല എന്നുള്ളത് കൊണ്ടാണ്. IAEAയുമായി ബന്ധപ്പെട്ട സുരക്ഷാ നിബന്ധന കരാറിൽ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രണാബ് മുഖർജി അദ്ദേഹത്തിന്റെ വാക്കുരിയാടി എന്നിട്ട് നാവടക്കുന്നതിന് മുമ്പാണ് അദ്ദേഹം നടത്തിയ പ്രസ്താവനയ്ക്ക് വിരുദ്ധമായി അതിന്റെ കോപ്പി നമുക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. ഈ രാജ്യത്ത് അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയിൽപ്പെട്ട പ്രമുഖ വ്യക്തിത്വങ്ങളോട് പോലും കാര്യങ്ങൾ പങ്കുവെക്കാതെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത്, ഇന്ത്യ രാജ്യത്തെ അമേരിക്കയുടെ സാമന്ത രാജ്യമാക്കുവാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ പെരുമാറുന്നതിന് പകരം
ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഒരു വൈസ്രോയിയെ പോലെയാണ് ശ്രീ മൻമോഹൻ സിംഗ് പെരുമാറുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദുർബലമായ ന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ശ്രീ മൻമോഹൻ സിംഗിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊരു തിടുക്കമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് ഇത്ര തിടുക്കം കാണിക്കുന്നത് എന്നതും സംശയത്തിന്റെ വക നൽകുന്ന കാര്യമാണ്. വലിയ വലിയ തിടുക്കത്തോടു കൂടിയാണ് നമ്മുടെ പ്രധാനമന്ത്രി കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രണ്ടുപേരും അധികാരം വിട്ടൊഴിയാൻ പോവുകയാണ്. ജോർജ് ഡബ്ല്യു ബുഷിനും അവസാനത്തെ അവസരമാണ്, ശ്രീ മൻമോഹൻ സിംഗിനും അവസാനത്തെ അവസരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവരിരുപേരും ഇതിനുവേണ്ടി തിടുക്കം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തിടുക്കം കാണിക്കുന്ന ഗവൺമെന്റിന്റെ ഭൂരിപക്ഷം എത്രയെന്ന് ഇവിടെ സൂചിപ്പിച്ചു. 26% പിന്തുണയോടുകൂടി 74% പിന്തുണയില്ലാതെയാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ അടിയറവെക്കുന്ന കരാറുമായിട്ട് ശ്രീ മൻമോഹൻ സിംഗ് മുന്നോട്ട് പോകുന്നത് എന്നെന്റെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ നീക്കം ജനാധിപത്യ വിരുദ്ധം കൂടിയാണ്. ഊർജ്ജ പ്രതിസന്ധി എന്ന ഉമ്മാക്കി കാണിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പണയപ്പെടുത്തുവാൻ നമ്മുടെ പ്രധാനമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഊർജ്ജ പ്രതിസന്ധി? അങ്ങനെയൊന്നുമില്ല എന്നുകൂടി എന്റെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. ഊർജ്ജ പ്രതിസന്ധിയില്ല, ഊർജ്ജ കമ്മി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പരിഹരിക്കുവാനുള്ള വ്യത്യസ്തമായ വഴികളും നമ്മുടെ രാജ്യത്തിന്റെ മുമ്പിലുണ്ട്. വളരെ ലാഭകരമായി നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ അത് കണ്ടെത്തുവാനുള്ള വഴികളുണ്ടായിരിക്കെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പണയപ്പെടുത്തിക്കൊണ്ട് നാം ഒപ്പുവെക്കുന്ന കരാറിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കാനിരിക്കുന്നത് 3% ആണവോർജ്ജത്തിലൂടെയുള്ള ആ അളവിന് ഒരു 4% കൂടി വർധനവാണ് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 4% വർധനവിന് വേണ്ടിയിട്ടാണ് ഒരു രാജ്യം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കാൽക്കീയിൽ കൊണ്ടുപോയി കാഴ്ചവെക്കുവാൻ മൻമോഹൻ സന്നദ്ധമാകുന്നത്. അതുകൊണ്ടാണ് സോളിഡാരിറ്റി പറയുന്നത് ഈ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി മാപ്പർഹിക്കുന്നില്ല എന്ന കാര്യം. നമ്മുടെ രാജ്യത്തിന്റെ ചേരിചേരാ നയത്തെയാണ് അടിയറവെക്കാൻ പോകുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ പ്രത്യേകത എന്ത് എന്ന് നിങ്ങൾക്കറിയാം. ഇന്ത്യ രാജ്യം ഒരു ചേരിയിലും, ഈ അർത്ഥത്തിൽ ഏകപക്ഷീയമായി ഒരു ചേരിയിലും ഇന്ത്യ രാജ്യം നിലയുറപ്പിച്ചിട്ടില്ല. ഇന്ത്യ രാജ്യം നിലയുറപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് നീതിയുടെ ചേരിയിലാണ്, അത് സത്യത്തിന്റെ ചേരിയിലാണ്, അത് ധർമ്മത്തിന്റെ ചേരിയിലാണ് എന്ന വസ്തുത നമുക്കറിയാം. ഈ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും ചേരിയിൽ അണിനിരന്ന രാജ്യത്ത് നടന്ന അധിനിവേശങ്ങൾക്കെതിരെ സംസാരിച്ച, ഫലസ്തീൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ച, ഇസ്രായേലിനെതിരെ അതിശക്തമായ നിലപാട് കൈക്കൊണ്ട ഒരു പാരമ്പര്യം വെച്ചു പുലർത്തുന്ന ഇന്ത്യ രാജ്യത്താണ് ആ കഴിഞ്ഞ കാല പാരമ്പര്യത്തെ മുഴുവൻ കളഞ്ഞുകുളിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ പണയപ്പെടുത്തുവാനുള്ള ചേരിചേരാ നയങ്ങളെ അടിച്ചു തകർക്കുവാനുള്ള ശ്രമവുമായി UPA സർക്കാരിന് നേതൃത്വം കൊടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം നമ്മൾ അറിയണം, രാജ്യത്തെ സഹായിക്കുവാൻ അമേരിക്ക സന്നദ്ധമായതാണ്. അങ്ങനെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ഈ മൻമോഹൻ സിംഗിനെയും 100 കോടി ഇന്ത്യക്കാരെയും സഹായിക്കുവാനുള്ള അമേരിക്കയുടെ അടങ്ങാത്ത ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് ഈ കരാറുമായി മുന്നോട്ട് പോകുന്നത് എന്നതാണ് രാജ്യത്തെ പ്രധാനമന്ത്രി ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ അറിയണം, 1974-ലും 98-ലും രാജ്യം നടത്തിയ ആണവ പരീക്ഷണത്തിന്റെ പേരിൽ നിരന്തരമായ ഉപരോധങ്ങൾക്കും അതുപോലെ തന്നെ അതിശക്തമായ നിലപാടും ഇന്ത്യയോട് കൈക്കൊണ്ട ഒരു ഭരണകൂടമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അമേരിക്ക ഒപ്പുവെക്കുന്നത് വെറുതെയല്ല എന്ന് തിരിച്ചറിയുവാനുള്ള വിവേകം ഇന്ത്യ രാജ്യത്തിലെ ഏത് കുട്ടികൾക്കുമുണ്ട്. പക്ഷേ കുട്ടിയുടെ ബുദ്ധി നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇല്ലാതെ പോയതുകൊണ്ടാണ് ഈ രാജ്യം അപകടത്തിലേക്ക് എടുത്തെറിയപ്പെടാൻ പോകുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, നമ്മെ സംബന്ധിച്ചിടത്തോളം 18 ബില്യൺ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതാൽ $18 ബില്യൺ സബ്സിഡി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ആണവോർജ്ജ കച്ചവടത്തിന് അമേരിക്ക ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ശീതകാല സമരത്ത് കൂട്ടിവെച്ചിരിക്കുന്ന അവരുടെ കയ്യിലുള്ള ആണവോർജ്ജം വിറ്റഴിക്കുന്നതിന് വേണ്ടി അവർ കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും നല്ല മാർക്കറ്റാണ് ഇത്. തിരിച്ചറിയുവാൻ ഒരു പ്രധാനമന്ത്രിക്ക് സാധിക്കേണ്ടിയിരുന്നു. പക്ഷേ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എനിക്കിതിൽ യാതൊരു അത്ഭുതവുമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീ മൻമോഹൻ സിംഗിന്റെ ഭാഗത്തിൽ നിന്ന് ഇതിൽ നിന്ന് കവിഞ്ഞതൊന്നും ഇന്ത്യ രാജ്യം അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നുമില്ല എന്ന് സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. മൻമോഹൻ സിംഗ് അഖിലുവാലിയ കൂട്ടുകെട്ടാണ് ഈ രാജ്യത്തെ സാമ്രാജ്യത്വത്തിന്റെ കാൽക്കീയിൽ കൊണ്ടുപോയി കാഴ്ചവെച്ചത് എന്ന യാഥാർത്ഥ്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. പതിറ്റാണ്ടിന്റെ കഴിഞ്ഞ ഒരു 10 വർഷത്തെ രാജ്യത്തിന്റെ കഴിഞ്ഞ കാലത്തെ പ്രയാണം പരിശോധിക്കുന്ന ഏതൊരാൾക്കും അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണല്ലോ ശ്രീ മൻമോഹൻ സിംഗ് ഒരു ഘട്ടത്തിൽ പറഞ്ഞു, ആണവ കരാറല്ല പ്രശ്നം, ഉഭയകക്ഷി ബന്ധമാണ് പ്രശ്നം. ആണവ കരാറ് മാത്രമല്ല പ്രശ്നം, അമേരിക്കയുടെ ചൊൽപ്പടിക്ക് ഈ രാജ്യത്ത് നിലനിർത്തുക എന്നതുകൂടി ശ്രീ മൻമോഹൻ സിംഗിന്റെ പ്രശ്നമാണ്. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ഭക്ഷ്യക്കമ്മി, ഞാൻ പറയുന്നു, അത് ആണവ കരാറിൽ നിന്നും അടർത്തി മാറ്റേണ്ടെന്ന യാതൊരു കാര്യമില്ല. ആണവ കരാർ ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ ഭക്ഷ്യക്കമ്മി ചർച്ച ചെയ്യട്ടെ, രാജ്യത്തിന്റെ നാണയപ്പെരുപ്പം ചർച്ച ചെയ്യട്ടെ. എന്തുകൊണ്ട് രാജ്യം ഇത്തരം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്
എത്തിപ്പെട്ടു എന്ന ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുവാൻ ആരെങ്കിലും പരിശ്രമിക്കുന്നുവെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് അതിന്റെ പേരിൽ ഒരു കുറ്റവാളിയെ പിടികൂടുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആ കുറ്റവാളിയുടെ പട്ടികയിലും ഒന്നാമതിരിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് മാറ്റിത്തിരുത്തലുകൾക്ക് നേതൃത്വം കൊടുത്ത ഇതേ മൻമോഹൻ സിംഗാൻ 1992 അദ്ദേഹം ആരംഭിച്ച സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ ദുരന്തഫലമാണ് ഈ കാലഘട്ടത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംഭവിക്കും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരനല്ല, നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ലോക ബാങ്കിന്റെ പഴയ ഉദ്യോഗസ്ഥനാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമുക്ക് തിരിഞ്ഞാൽ പോരാ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തിരിയേണ്ടതുണ്ടായിരുന്നു. എവിടെയാണ് മൻമോഹൻ സിംഗ് മത്സരിച്ചത്? പാർലമെന്റിൽ മത്സരിച്ചിട്ടുണ്ടോ? ഇല്ല. നിയമസഭയിൽ മത്സരിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ രാജ്യത്ത് ഏതെങ്കിലും ജില്ലാ പഞ്ചായത്തിലോ മറ്റല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മത്സരിച്ചിട്ടുണ്ടോ? ഇല്ല. ജനങ്ങളെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടതെന്നറിയാത്ത ഇതുപോലുള്ള ഒരു പ്രധാനമന്ത്രിയെ വെച്ചാൽ ഇതിൽ കുറഞ്ഞൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് കോൺഗ്രസും മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് വളരെ കുറഞ്ഞ കാലയളവിന് കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അമേരിക്കൻ നാഷണൽ കോൺഗ്രസ് ആക്കി മാറ്റുവാൻ മൻമോഹൻ സിംഗിന് സാധിച്ചിരിക്കുന്നു എന്നത് പഴയകാല കോൺഗ്രസിന്റെ അനുയായികളെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കറിയാമല്ലോ, അതുകൊണ്ടല്ലേ ഒരു പ്രധാനമന്ത്രി ചോദിക്കുന്നത് എങ്ങനെയാണ് ഞാൻ G8 ഉച്ചകോടിക്ക് പോകുക? ഒരു പ്രധാനമന്ത്രി ചോദിക്കുന്ന ചോദ്യമാണ്. 100 കോടി ജനവിഭാഗം ഭക്ഷ്യക്കമ്മി നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ, 100 കോടി ജനവിഭാഗം നാണയപ്പെരുപ്പത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ അത് അടിയന്തര പ്രശ്നമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, 100 കോടി പട്ടിണി കിടക്കുന്ന താങ്ങി നിർത്തുന്ന ഈ രാജ്യത്തെ ജനവിഭാഗത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ടുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥത. അദ്ദേഹം പറയുന്നു, എങ്ങനെയാണ് ഞാൻ G8 ഉച്ചകോടിക്ക് പോവുക? ഇന്ത്യയിലെ 100 കോടി ജനങ്ങളെ ഭയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ജോർജ് W. ബുഷിനെ ഭയപ്പെടുന്ന ഒരു പ്രധാനമന്ത്രിയിൽ നിന്ന് ഇതിൽ കുറഞ്ഞത് നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടില്ല. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം സ്വാഗത പ്രഭാഷകൻ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ തുടക്കം മുതൽ തന്നെ കേരളീയ സമൂഹത്തിൽ പ്രക്ഷോഭത്തിന്റെ തുടക്കം കുറിക്കുവാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് സാധിച്ചിട്ടുണ്ട്. 2005 ജൂലൈ 18-നും 21-നും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് അമേരിക്കയിലേക്ക് പോയപ്പോൾ അദ്ദേഹം അങ്ങോട്ടാണ് കൂടുതൽ പോകാറുള്ളത്. തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഒരു വടക്ക് നോക്കി യന്ത്രം പോലെ പാശ്ചാത്യ നാടുകളിലേക്ക് അമേരിക്കയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ പ്രതിനിധീകരിക്കേണ്ടെന്ന ദൗർഭാഗ്യം ഇന്ത്യ രാജ്യത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നത് നിങ്ങൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ യാത്ര അങ്ങോട്ടാൽ, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ അങ്ങ് അവിടെ നിന്നാൽ അങ്ങനെ 2005 ജൂലൈ 18-നും 21-നുമുള്ള ഇടക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയിലാണ് ഇന്ത്യ US ഡിഫൻസ് ഫ്രെയിംവർക്ക് കരാർ ഒപ്പുവെക്കുന്നത്. അന്നും അതുപോലെ തന്നെ അന്ന് ആ കരാറിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്കകത്ത് സൈനിക ഹെലിപ്പാഡ് വരെ സ്ഥാപിക്കുവാനുള്ള അനുവാദം നൽകപ്പെടുകയാണ്. അന്ന് കേരളീയ സമൂഹത്തിൽ സോളിഡാരിറ്റി ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം. ശ്രീ മൻമോഹൻ ഇന്ത്യയെ വിൽക്കരുത് എന്ന മുദ്രാവാക്യമാണ് അന്ന് സോളിഡാരിറ്റി ഉയർത്തിയത്. ചിലരെങ്കിലും ഞങ്ങളോട് ചോദിച്ചോ, എന്തിനാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോട് ഇത്ര കടുത്ത ചോദ്യം ചോദിക്കുന്നത് എന്ന് ചോദിച്ചവരോട് ഞങ്ങൾ ചോദിക്കട്ടെ, ഇതിനേക്കാൾ കടുത്ത ചോദ്യം ഞങ്ങൾക്ക് ചോദിക്കാൻ മലയാളത്തിൽ അക്ഷരം കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടാണ് എന്നെന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ജനാധിപത്യ സംവിധാനത്തിനകത്ത് നിന്നതുകൊണ്ടാണ്, അത്തരം സംവിധാനത്തെ മാനിച്ചുകൊണ്ട് പോകുന്ന പ്രസ്ഥാനങ്ങളായതുകൊണ്ടാണ് ഇതുപോലുള്ള പ്രതികരണങ്ങൾ ഇതുപോലുള്ള സ്വഭാവത്തിൽ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2006 നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്തേക്ക് ഇങ്ങോട്ട് യമൻ കടന്നു വരാൻ തുടങ്ങി. ജോർജ് W. ബുഷ് ഇന്ത്യയിലേക്ക് വന്നു. ഇതേ മുതലക്കുളം മൈതാനിയെ സാക്ഷി നിർത്തിക്കൊണ്ട് അന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആയിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞു, ബുഷ് ഗോ ബാക്ക്, ബുഷ് ഇന്ത്യയിലേക്ക് കടന്നു വരാൻ പാടില്ല എന്ന്. ലക്ഷക്കണക്കിന് മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ തലത്തൊട്ടപ്പനായ ലോക പോലീസ് ചമഞ്ഞുകൊണ്ടിരിക്കുന്ന ജോർജ് W. ബുഷ് ഇന്ത്യയിലേക്ക് കാലുകുത്തരുത് എന്ന് അന്ന് സോളിഡാരിറ്റി മുദ്രാവാക്യം ഉയർത്തി. അപ്പോഴും ചോദിച്ചു, അതിഥിയെ അപമാനിക്കുന്നുവെന്ന്. അതിഥിയെ അപമാനിക്കുന്ന പാരമ്പര്യം ഇന്ത്യക്കില്ല. പക്ഷേ അതിഥി കടന്നു വരുന്നത് അടിമത്വത്തിന്റെ ചങ്ങലക്കെട്ടുകളുമായിട്ടാണ് എങ്കിൽ ആ ചങ്ങലക്കെട്ടുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് വഴിപ്പെടാത്ത സ്വാതന്ത്ര്യബോധമുള്ള ഒരു ജനതക്ക് അതിഥിയല്ല, ഇത് അന്തകനാണ് എന്ന് പറയുവാനുള്ള സ്വാതന്ത്ര്യബോധമുള്ളത് കൊണ്ടാണ് അന്ന് ശ്രീ ജോർജ് W. ബുഷ് അങ്ങ് ഇന്ത്യയിലേക്ക് വരരുത് എന്ന് സോളിഡാരിറ്റി മുദ്രാവാക്യം ഉയർത്തിയത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും സുഹൃത്തുക്കളെ, അന്ന് 10 കരാറിൽ ഒപ്പുവെച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് നാട് കടത്തപ്പെട്ടത്, അല്ലെങ്കിൽ അദ്ദേഹം നാട് വിട്ടത്. 10 കരാറിൽ ഒപ്പുവെച്ചോ. ആ കരാറിന്റെ ദുരിതവും ദുരന്തവുമാണ് എന്റെ വ്യാപാരി സുഹൃത്തുക്കൾ ഇന്ന് പേറിക്കൊണ്ടിരിക്കുന്നത്. കാർഷിക പാക്കേജ് ഉൾപ്പെടെയുള്ള കുത്തകവൽക്കരണം ഉൾപ്പെടെയുള്ള കരാറുകൾ ഒപ്പുവെച്ചതിന്റെ ദുരന്തം ഇന്ന് നമ്മുടെ ചില്ലറ വ്യാപാര മേഖലയിലെ പാവപ്പെട്ട തൊഴിലാളികൾ അല്ലെങ്കിൽ കച്ചവടക്കാർ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവശേഷിക്കുന്ന മേഖലകളിൽ കൂടി രാജ്യത്തെ കുത്തുവാളയെടുക്കുന്ന സ്വഭാവത്തോടു കൂടിയാണ് അന്ന് കരാർ ഒപ്പിട്ടത്. അഥവാ രാജ്യത്തെ കൂടുതൽ അടിമത്വത്തിലേക്ക്
വിജയത്തിലേക്ക് നയിക്കുന്ന കൂടിക്കാഴ്ചകളും സംവാദങ്ങളുമാണ് നമ്മുടെ പ്രധാനമന്ത്രിക്കും ജോർജ് ഡബ്ല്യു ബുഷിനും കഴിഞ്ഞ കാലത്തിനിടയിൽ നടത്തുവാൻ കഴിഞ്ഞത്. നിങ്ങൾ നിങ്ങൾക്കറിയാം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചോ, സംയുക്ത സൈനികാഭ്യാസങ്ങൾ ധാരാളം തവണ നമ്മുടെ രാജ്യത്ത് നടന്നു. ബംഗാൾ ഉൾക്കടലിൽ നടന്ന സംയുക്ത സൈനികാഭ്യാസത്തെക്കുറിച്ച് ഇന്ത്യയിലെ അറിയപ്പെട്ട കോളമിസ്റ്റ് MJ അക്ബർ പറഞ്ഞത് ബംഗാൾ ഉൾക്കടലിൽ നടന്നത് സംയുക്ത സൈനിക അഭ്യാസമല്ല എന്ന്, മറിച്ച് ഇന്ത്യ രാജ്യത്ത് നിന്ന് എങ്ങനെ ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഇറാനിനെതിരെ ഉന്നം വെക്കാമെന്നതിനെ കുറിച്ചുള്ള പരിശീലനമാണ് നടന്നത് എന്ന് MJ അക്ബർ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, രാജ്യത്തെ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയെ സൈനിക താവളമാക്കുവാനുള്ള ഒളി അജണ്ടയോടുകൂടിയാണ് ശ്രീ ജോർജ് ബുഷ് ഇന്ത്യയിലെ ബുഷ് കന്തിയിലേക്ക് കടന്നു വരുന്നത് എന്ന യാഥാർത്ഥ്യം എന്റെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. അദ്ദേഹത്തിനും അതുപോലെ തന്നെ മൻമോഹനും ഒരേ ഭാഷയാൽ. നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഇറാഖിലൂടെ യുദ്ധം ചെയ്യുന്നവർ ഇന്ത്യയുടെ ഭീകരരല്ല, ഇറാഖിലൂടെ യുദ്ധം ചെയ്യാത്തവർ ഭീകരരാണെന്ന് ബുഷ് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ മൻമോഹൻ സിംഗും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് അത്തരം ഒരു പരിണാമ പ്രക്രിയക്ക് അദ്ദേഹം വിധേയനായിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യൻ ജനതയോട് പറഞ്ഞത്, നിങ്ങൾ ഇറാഖ് അധിനിവേശത്തെക്കുറിച്ച് ചോദിക്കരുത്, ഭൂതകാലം നിങ്ങൾ മറന്നു കളയുക എന്ന്. അമേരിക്കയുമായുള്ള ചങ്ങാത്തം അതിന്റെ അരങ്ങ് തകർക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയിലെ 100 കോടിയോട് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ വർത്തമാനമാണ്. ചേരിചേരാ നയത്തെക്കുറിച്ചൊന്നും നിങ്ങൾ പറയേണ്ടതില്ല, ഇറാഖ് അധിനിവേശത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കേണ്ടതില്ല, അത് ഭൂതകാലമാണ്, നിങ്ങൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക എന്ന്. ഏറ്റവും അവസാനം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ അഭിമുഖീകരിച്ചപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പോലും ബ്രിട്ടീഷ് ഭരണത്തെ വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ രാജ്യത്തെ രാഷ്ട്രപിതാവിനെ വരെ അപമാനിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി അന്ന് വിദ്യാർത്ഥികളെ അഭിമുഖീകരിച്ചത്. ഈ സ്വഭാവത്തോടുകൂടിയാണ് നമ്മുടെ പ്രധാനമന്ത്രി മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് അന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പറഞ്ഞത്, ഈ പറയപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യയെ വിൽക്കുക തന്നെയാണ് എന്ന് അന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മുദ്രാവാക്യം മുഴക്കി. അതുപോലെ തന്നെ 2006 ഇറാനെതിരെ IAEA വെച്ചുകൊണ്ട് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി അകത്തു നിന്നുകൊണ്ട് ഇറാനെതിരെ ഇന്ത്യ വോട്ട് ചെയ്തപ്പോൾ ഇന്ത്യക്കെതിരെ ഇറാനെതിരെ ഇന്ത്യൻ വോട്ട് പ്രതിഷേധിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കേരളത്തിൽ ഉയർത്തിയ മുദ്രാവാക്യമാണ്. ഒരു കാര്യം എന്റെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഇന്ത്യ ഇറാൻ വാതക പൈപ്പ് ലൈൻ പദ്ധതി എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നടക്കാതെ പോകുന്നത്? അതേസമയം അതിനേക്കാൾ വലിയ തിടുക്കം എന്തുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ബുഷിന്റെ പദ്ധതിയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെന്റെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. അമേരിക്കയുമായി കരാറിലകപ്പെട്ട രാജ്യത്തിന്റെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ വിസ്മരിച്ചുകൊണ്ടല്ലാതെ അമേരിക്കയുമായി ഒരു കരാറിൽ ഒപ്പുവെക്കുവാൻ ഒരു പ്രധാനമന്ത്രിക്കും സാധ്യമല്ല. നിരവധി കരാറിൽ നമ്മൾ ഒപ്പുവെച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് കരാറുകൾ നമ്മുടെ രാജ്യത്തിന് പുറത്തും വിവിധ രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ ഇറാഖിന്റെ അനുഭവം പറഞ്ഞു. ഒരു ഘട്ടത്തിൽ ഇറാഖ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഉറ്റ ചങ്ങാതിയായിരുന്നു, സദ്ദാം എന്ന് പറയുന്നത് അമേരിക്കയുടെ ആയുധമായിരുന്നു. അതേ സദ്ദാമിനെ തൂക്കിലേറ്റുവാനും അതേ ആയുധമാണ് അമേരിക്ക ഉപയോഗിച്ചത് എങ്കിൽ ഇറാഖിന്റെ ഗതിയിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകണമോ എന്നാണ് പ്രധാനമന്ത്രിയോടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഇന്ന് അസ്ഥിരപ്പെട്ടിരിക്കുന്നു, ആരാണ് ഉത്തരവാദി എന്ന അതിന്റെ അടിവേറുകളിലേക്ക് ചെന്നാൽ അതിന്റെ പിന്നിലും സാമ്രാജ്യത്വ കരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. ഈ അർത്ഥത്തിലാണ് ആധുനിക കാലഘട്ടത്തിൽ സാമ്രാജ്യത്വം ലോക പോലീസ് ചമഞ്ഞുകൊണ്ട് ജനലക്ഷങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം വിസ്മരിച്ചുകൊണ്ട് ഈ രാജ്യവുമായി കരാറിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് രാജ്യത്ത് മനുഷ്യപ്പറ്റുള്ള ഒരു വിഭാഗത്തിന് അംഗീകരിക്കുക സാധ്യമല്ല. ആഗോളതലത്തിൽ തന്നെ അധിനിവേശത്തിന്റെ വിധേയമാകുന്ന മർദ്ദിത ജനവിഭാഗത്തിന്റെ ഭീകര പ്രവർത്തനത്തിന് വരെ ഉന്നമാകും വിധമാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടം സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നാം മർദ്ദകരോടൊപ്പമല്ല നിലയുറപ്പിച്ചത്, നാം മർദ്ദിതരോടൊപ്പമാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അമേരിക്കയോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മുടെ മൻമോഹൻ സിംഗ് പറഞ്ഞു, ഭീകരതയ്ക്കെതിരെ അമേരിക്കയോടൊപ്പം നിന്ന് പോരാടുന്നു എന്നുള്ളതാണ്. ആ പോരാട്ടം ആർക്കെതിരിലാണ്? എന്റെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. ജോർജ് ഡബ്ല്യു ബുഷിന്റെ കൂടെ നിന്നുകൊണ്ട് ഈ രാജ്യത്ത് ഭീകരതയ്ക്കെതിരെ അമേരിക്കയോടൊപ്പം നിന്ന് പോരാടുന്നു എന്നതിനർത്ഥം ആ പോരാട്ടം ഇറാഖിനെതിരിലാണ്, ആ പോരാട്ടം ഫലസ്തീനെതിരിലാണ്, ആ പോരാട്ടം ലബനാനെതിരിലാണ് എന്ന യാഥാർത്ഥ്യം എന്റെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. ആ സ്വഭാവത്തോടുകൂടിയാണ് നമ്മുടെ പ്രധാനമന്ത്രി മുന്നോട്ട് പോകുന്നത്. എന്റെ സമുദായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട സുഹൃത്തുക്കളോട് വളരെ വിനയത്തോടുകൂടി പറയുന്നു, ആർജവം ഉണ്ട് എങ്കിൽ അത് കാണിക്കേണ്ട സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെങ്കിലും നിങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. 2007 സെപ്റ്റംബർ 2 മദ്രാസിൽ നടന്ന ദേശീയ സമിതി യോഗത്തിൽ നിങ്ങൾ പറഞ്ഞു, ആണവ കരാറിനെതിരെ ഞങ്ങൾക്ക് നിലപാടുണ്ട് എന്ന്. അതുപോലെ തന്നെ ബഹുമാന്യനായ അഖിലേന്ത്യാ പ്രസിഡന്റ് നമുക്കറിയാവുന്നതുപോലെ മർഹൂം ബനാത്വാല ഈ
ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ വിയോഗഘട്ടത്തിൽ വസിയത്തിലും അദ്ദേഹം എഴുതി ചേർത്ത സുഹൃത്തുക്കളെ നിങ്ങൾ ആണവ കരാറിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോഴെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ആശങ്ക അറിയിച്ചിരിക്കുന്നു. ഇത് വല്ലാത്ത വർത്തമാനമാണ്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇന്ദിരയോട് ആശങ്കയറിയിക്കുന്ന, ബാബരി മസ്ജിദ് തകർത്തപ്പോൾ നരസിംഹറാവുവിനോട് ആശങ്കയറിയിക്കുന്ന, അതുപോലെ തന്നെ ആണവ കരാറിൽ ഒപ്പുവെക്കുമ്പോൾ മൻമോഹൻ സിംഗിനോട് ആശങ്കയറിയിക്കുന്ന നിലപാടാണ് ഉള്ളത് എങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് പോകുന്ന ആശങ്ക ഞങ്ങൾ ആരോടാണ് രേഖപ്പെടുത്തേണ്ടത് എന്ന് ചോദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ആ ആശങ്ക ആരോടാണ് രേഖപ്പെടുത്തുക? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കേണ്ടതുണ്ട്. ആർജവത്തോടുകൂടിയുള്ള നിലപാടെടുക്കണം. നിലപാടെന്തു എന്നത് ഇനിയും വ്യക്തമായിട്ടില്ല. സംസ്ഥാന സെക്രട്ടറി പറയുന്നു ഞങ്ങൾക്ക് ചില റിസർവേഷൻസുകൾ ഉണ്ട്. അത് കഴിഞ്ഞാൽ അഖിലേന്ത്യാ സെക്രട്ടറി പറയുന്നു ഞങ്ങൾക്ക് ചില കൺസേൺസുകൾ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് കേൾക്കുന്നു സുചിന്തിതമായ തീരുമാനമാണ് എടുക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ പറയുന്നു ആശങ്ക അറിയിക്കാൻ പോവുകയാണ്. സുചിന്തമായ ആശങ്ക അറിയിക്കുക, കൺസേൺസ്, അതുപോലെ തന്നെ റിസർവേഷൻ, ഈ വാചകങ്ങളെല്ലാം പദാവലികൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ഇതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. പിന്നീടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിലപാടെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എങ്കിൽ പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല വർത്തമാനമാണ് ഇത് എന്നതാണ് അവസാനം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാനപ്പോൾ ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും കേരളീയ സമൂഹം സാമ്രാജ്യത്വ വിരുദ്ധ മനോഭാവം നെഞ്ചിലെത്തിയ കേരളീയ സമൂഹം ആഗോളതലത്തിൽ തന്നെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ജനവിഭാഗത്തോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന കേരളീയ സമൂഹം സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശത്തിനിരയാകുന്ന വലിയ ഒരു മുസ്ലിം സമൂഹത്തെ വരെ അവരോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന കേരളീയ സമൂഹം സമുദായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് മാന്യമായ സമീപനമാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് കോണിയിലും ഓടിക്കയറുന്ന ഒരു സമുദായമല്ല ഇന്നും കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നിലപാടെടുക്കുവാൻ ഇവർക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. എന്റെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. കേരളീയ സമൂഹം ഉത്ഭുതമാൻ കഴിഞ്ഞ ഇലക്ഷനിൽ നമുക്കറിയാം കടപുടക്കി എറിയപ്പെട്ടത് ഒരുപാട് വലിയ വലിയ വൻമരങ്ങളാണ്. അത്തരം വൻമരങ്ങൾ കടപുടക്കി എറിയപ്പെട്ടതിന് ശേഷവും വിവേകത്തോടും വിവേചനത്തോടും കൂടി കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അവശേഷിക്കുന്ന പാഴ്മരങ്ങൾ കൂടി പറിച്ചെറിയുന്ന ഒരു ഇലക്ഷനെയായിരിക്കും അഭിമുഖീകരിക്കേണ്ടി വരിക. അതുകൊണ്ട് ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്ത് സാമ്രാജ്യത്വ വിരുദ്ധ മനസ്സിനെ മുന്നിൽ കണ്ടുകൊണ്ട് അതിശക്തമായ പോരാട്ടത്തിന്റെ മുന്നിൽ നിലയുറപ്പിക്കുവാൻ സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനത്തവരെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എന്റെ ഇടതുപക്ഷ സുഹൃത്തുക്കളോടുകൂടി ഒരു കാര്യം സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്ത് ആണവ കരാറിനെതിരെയുള്ള നിങ്ങളുടെ പോരാട്ടത്തോട് അതിശക്തമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ ഞങ്ങൾ സന്നദ്ധമാണ്. പക്ഷേ ഒരു കാര്യം എന്റെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. ആ അതിശക്തമായ പിന്തുണ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ സാമ്രാജ്യത്വത്തോടുള്ള നിങ്ങളുടെ നിലപാടിനെ പിന്തുണക്കുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം ഉണർത്തട്ടെ. ആ സാമ്രാജ്യത്വത്തെ ഈ രാജ്യത്ത് നട്ടുവളർത്തിക്കൊണ്ടിരിക്കുന്ന അതിന്റെ പിന്നിലുള്ള ദർശനമാണ് മുതലാളിത്തം. ആ മുതലാളിത്ത വികസന രീതിയെ ഈ രാജ്യത്തേക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന നിങ്ങളുടെ രീതിശാസ്ത്രവും വിമർശിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. നന്ദിഗ്രാം സൃഷ്ടിക്കുന്ന, സിംഗൂറുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, കുച്ചുബിഹാറുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, മൂലംപിള്ളികളും ചിങ്ങറകളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മുതലാളിത്ത തലതിരിഞ്ഞ മുതലാളിത്ത വികസന രീതികളുമായിട്ടാണ് നിങ്ങൾ കടന്നു വരുന്നത് എങ്കിൽ ജനപക്ഷത്തെ പ്രതിനിധീകരിക്കുവാനുള്ള ചരിത്രപരമായ ബാധ്യത നിർവഹിക്കുവാൻ നിങ്ങൾക്കും സാധ്യമല്ലെന്ന് വിധിയെഴുതുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നു. അതുകൊണ്ട് സാമ്രാജ്യത്വത്തോടുള്ള നിലപാട് മുതലാളിത്തത്തോടുകൂടി ചേർത്ത് വായിച്ചുകൊണ്ട് നിലപാടെടുത്ത് മുന്നോട്ട് പോകുവാൻ എന്റെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ കൂടി സന്നദ്ധമാകണമെന്ന് അറിയിച്ചുകൊണ്ട് ഉണർത്തിക്കൊണ്ട് സോളിഡാരിറ്റിയുടെ വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. കഴിഞ്ഞ വാരാന്ത്യത്തിൽ 2 ദിവസം ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലായി. ആ 2 ദിവസവും അവിടെ ഉപശാല വൃത്തം കണ്ടു, മാധ്യമരംഗത്തും ഒക്കെ ഉയർന്നു വന്ന ചോദ്യം, ഇന്ന് രാജ്യം മൊത്തം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വളരെ ഉത്കണ്ഠയോടുകൂടി ശ്രദ്ധിക്കാൻ നിർബന്ധിതമായൊരു ചോദ്യവും, മാർക്കറ്റിൽ ഒരു MP-യുടെ വില എത്ര? വിശ്വാസ വോട്ട് നേടാൻ പോകുന്ന മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തിലെ 543 അംഗ പാർലമെന്റിൽ
തങ്ങളെ അനുകൂലിക്കാൻ വേണ്ടി സ്വതന്ത്രന്മാരുടെ വേഷം കെട്ടിയോ കൊച്ചു കൊച്ചു ഈർക്കിൽ പ്രാദേശിക പാർട്ടികളുടെ ബാനറിലോ ഉള്ള എംപിമാർക്ക് കൊടുക്കാൻ പോകുന്ന വിലയെത്ര? അന്ന് ഞാൻ കേട്ടത് മിനിമം 25 കോടി രൂപയും ഉടനെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ അതിന് പിന്തുണയും ജയിച്ചു പോയാൽ മന്ത്രിസ്ഥാനവും ഒക്കെയാണെന്നാണ്. ഇപ്പോൾ കേൾക്കുന്നത് അവിടെ നിന്നൊക്കെ കാര്യം വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളത്. 25 കോടി രൂപ ഒന്നുമല്ല, 50 കോടിയും 100 കോടിയും വരെ ആയിട്ട് ഉയരുകയാണ്. നിങ്ങൾ പത്രത്തിൽ ഷെയർ മാർക്കറ്റ് നോക്കിയാലൊന്നും ഇത് കാണില്ല. ഇത് വേറെയാണ്. വളരെ ഉത്തരവാദപ്പെട്ട, ഞാൻ വളരെ ഉത്തരവാദിത്തത്തോടെ പറയാം, കേന്ദ്ര ക്യാബിനറ്റിലെ ഏറ്റവും ഉത്തരവാദപ്പെട്ട ഒരംഗം പറഞ്ഞത്, നമ്മൾ ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കാം, പക്ഷെ കളിക്കേണ്ട കളി സാക്ഷാൽ അമർ സിംഗ് കളിക്കുന്നുണ്ട്. ആരാണ് ഈ അമർ സിംഗ്? ആരാണ് ഇന്ത്യ രാജ്യത്ത് അദ്ദേഹം? സമാജ്വാദി പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആണെന്ന വിവരമേ നമുക്കൊക്കെ ഉള്ളൂ. ആ പാർട്ടി ആവട്ടെ ഉള്ളത് UP-യിൽ, വേറെ ചിലയിടത്ത് പേരിനൊരു സാന്നിധ്യമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത്തരം ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ കരുനീക്കങ്ങളും മർമ്മമായി നിൽക്കുന്ന വ്യക്തി. എങ്ങനെ സാധിച്ചു? ഇത് വ്യക്തമാണ് കാര്യം. അദ്ദേഹം ഇന്ത്യ രാജ്യത്തെ ബഹുരാഷ്ട്ര സ്വദേശ കുത്തകളുടെ പറുപോക്കറാണ്. ഇവിടെ പിന്നെ പ്രവർത്തിക്കുന്നത് സാക്ഷാൽ ജോർജ് W. ബുഷും CIA-യും അമേരിക്കയും. അങ്ങനെ ഒഴുകി വരുന്ന പണമാണ് ഇന്ത്യ രാജ്യത്ത് നമ്മളൊക്കെയും വോട്ട് ചെയ്ത് നമ്മളെ ഭരിക്കാൻ വേണ്ടിയോ നമ്മളെ നയിക്കാൻ വേണ്ടിയോ തെരഞ്ഞെടുത്ത ആളുകൾക്ക് വില നിശ്ചയിച്ച് വിതരണം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും ലജ്ജാകരമായ, ഇത്രയും അശ്ലീലമായ ഒരു ദൃശ്യത്തിലേക്ക് ഇന്ത്യയുടെ ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തത് എന്തിനാണ്? ആരാണ് അതിന് ഉത്തരവാദി? വ്യക്തമാണ് കാര്യം. കാരണം 4 വർഷമായിട്ട് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റ് വലിയ കുഴപ്പമില്ലാതെ അവിടെ ഭരിക്കുകയാണ്. കുഴപ്പമില്ലാന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പ്രശ്നങ്ങളൊന്നുമില്ലെന്നല്ല, ഭൂരിപക്ഷത്തിന് ഇതുവരെയും പ്രശ്നമൊന്നും ഉണ്ടായില്ല. കാരണം ഒരു കോമൺ മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷം അവർക്ക് പിന്തുണ കൊടുത്തില്ല. ആ കോമൺ മിനിമം പരിപാടിയൊന്നും വേണ്ടത്ര അംഗീകരിച്ചില്ലെങ്കിൽ പോലും, അല്ലെന്നുണ്ടെങ്കിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് രാജ്യത്തിലെ ഫാസിസ്റ്റ് ശക്തികളാണെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഇടതുപക്ഷം മറ്റെല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് തന്നെ തങ്ങൾക്ക് മൗലികമായ വിയോജിപ്പുള്ള നയൽപാടുകളോട് പോലും ഒരു പരിധിവരെ പൊരുത്തപ്പെട്ടുകൊണ്ട് ഈ ഗവൺമെന്റ് പുറത്തു നിന്ന് താങ്ങി നിർത്തുകയാണ്. അതൊരു സുപ്രഭാതത്തിൽ കളഞ്ഞ് കുളിച്ച് ഇത്തരം ഒരു ദുര്യോഗത്തിലേക്ക് ഓരോ MP-യുടെയും പിന്നാലെ പണച്ചാക്കുമായിട്ട് ചെന്ന്, എന്നിട്ട് തന്നെയും ആത്മവിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞിട്ടില്ല. ഉറക്കം നഷ്ടപ്പെട്ട നാളുകളാണ് മൻമോഹൻ സിംഗിനും കൂട്ടുകാർക്കുള്ളത്. നമുക്കറിയാം. വിശ്വാസ വോട്ടെടുപ്പ് അതിജയിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കരമായ ബേജാറാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഈ രാജ്യത്തെ തള്ളിവിട്ടതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഇതാണ് ചോദ്യം. ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ്? വളരെ വ്യക്തമാണ്, ഇന്ത്യയിലെ ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയല്ല, ഒരർത്ഥത്തിനുമല്ല. നമ്മൾ സങ്കല്പിച്ചു കൊടുക്കുക, രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഊർജ പ്രതിസന്ധിയാണ്. വരാനിരിക്കുന്ന നാളുകളിൽ ആ പ്രതിസന്ധി ഇതിനേക്കാൾ ഭയാനകമാകാൻ പോവാണെന്നും സമ്മതിച്ചു കൊടുക്കുക. എന്നാൽ പോലും ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കാൻ മാത്രം ഈ പ്രതിസന്ധി വളരാൻ പാടുള്ളൂ? ഈ രാജ്യത്ത് ഫാസിസ്റ്റുകളെ ഒരു തളികയിലാക്കി ഭരണം വെച്ചു കൊടുക്കാൻ മാത്രം ഭീകരമാണോ ഈ ഊർജ പ്രതിസന്ധി? അതിനുള്ള പരിഹാരമാണല്ലോ ആകെക്കൂടി പറയപ്പെടുന്ന ഈ ആണവ കരാർ എന്ന് പറഞ്ഞു. അതതിന് പരിഹാരമല്ല എന്ന് ശ്രീ ദേവരാജനും അതിനുശേഷം പ്രസംഗിച്ച യോഗാധ്യക്ഷനൊക്കെ പറഞ്ഞു. ധാരാളം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, വിശദാംശങ്ങളിൽ ഞാൻ കണക്കുന്നില്ല. അപ്പോ ഊർജ പ്രതിസന്ധിക്ക് ഈ ആണവ കരാർ പരിഹാരമല്ല. ആകെ 6%. ഇപ്പോൾ എഴുതുന്നത് 3%. 2016-20 ആകുമ്പോഴേക്ക് ആകാൻ പോകുന്ന 6%. ഇങ്ങനെയുള്ള നിസ്സാരമെന്ന് തന്നെ പറയാവുന്ന ഒരു ഇന്ധന
ലാഭത്തിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കുകയും നിങ്ങൾ ആലോചിക്കുക. എന്നിട്ടോ ഒരു പക്ഷേ വിശ്വാസ വോട്ട് നേടി എന്ന് സങ്കല്പിക്കുക. അവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെയായിരിക്കും ഈ ഗവൺമെന്റ് നീക്കം? ഓരോ ശക്തികളും ഇപ്പോൾ തന്നെ പിടിമുറുക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടെന്ന് പറയാം, ഒരു പ്രധാനമന്ത്രിയുടെ തന്നെ ഓഫീസില് രാജ്യത്തിലെ ഏറ്റവും വലിയ 2 കൊലക്കമ്മന്മാര്, കൊമ്പം മുതലാളിമാര്, അവരുടെ ശക്തമായ സമ്മർദ്ദം അംബാനി ബ്രദേഴ്സ് അവിടെയാണ് ഇപ്പോൾ താവളം ഉറപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം ആര് സൃഷ്ടിച്ചു? എന്തിനു സൃഷ്ടിച്ചു? നമുക്കറിയാം, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇതുപോലെയുള്ള അംബാനിമാരുടെ കീശയിൽ തന്നെയാണ്, സംശയമൊന്നുമില്ലാത്ത കാര്യം. പക്ഷെ ഇത്ര ലജ്ജാകരമായ രീതിയിൽ പ്രധാനമന്ത്രിയുടെ ആഫീസിലോളം ഇവിടെ കരങ്ങൾ നീണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ ആലോചിച്ചാൽ അതിന്റെയൊക്കെ പിന്നിലുള്ളത് ഒരേ ഒരു സംഭവമാണ്. 1, 2, 3 കരാറിൽ എന്ത് വില കൊടുത്തും ഒപ്പുവെച്ചേ മതിയാവൂ എന്ന് നമ്മുടെ പ്രധാനമന്ത്രി തീരുമാനിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു ജ്വരം അദ്ദേഹത്തിനെ ബാധിച്ചത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിലെ ജനങ്ങൾ അദ്ദേഹത്തിന് പ്രശ്നമേയല്ല. ജോർജ് W. ബുഷ് അധികാരത്തിൽ നിന്ന് പോവാൻ ഇനി മാസങ്ങളെ ബാക്കിയൂ. അതിനു മുമ്പായി തന്നെ ഇതിൽ ഒപ്പിട്ടേ മതിയാവൂ, ഒപ്പിട്ടിട്ട് വേണം എനിക്ക് പരലോകത്തേക്ക് പോവാൻ എന്ന് അദ്ദേഹം തീരുമാനിച്ചതിന് പിന്നിലുള്ള കാര്യം എന്താണ്? അദ്ദേഹം ഇത് തീരുമാനിക്കുമ്പോൾ മറ്റൊന്നുകൂടി അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വിചാരിക്കേണ്ട. ഈ രാജ്യത്തിലെ കോൺഗ്രസുകാരനായ അവസാനത്തെ പ്രധാനമന്ത്രി താനായിരിക്കുമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിന് പോകുന്നത്. കാരണം ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട്. ഇതുപോലെയുള്ള ഈ രാജ്യത്തിന്റെ പരമാധികാരത്തെ അടിയറ വെച്ച ഒരു ഗവൺമെന്റിനെ മറ്റെന്തിന്റെ പേരിലാണെങ്കിലും ശരി രണ്ടാമത് അധികാരത്തിൽ കൊണ്ടുവരാൻ രാജ്യത്തിലെ ജനങ്ങൾ തയ്യാറാവുകയില്ല. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ ഒരു അവസ്ഥാവിശേഷത്തിൽ നിന്ന് മുതലെടുക്കാനും പോകുന്നത് നേരത്തെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കിയ NDA ആണെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം ഈ കോൺഗ്രസും മൻമോഹൻ സിംഗും തീർച്ചയായും വഹിച്ചു മതിയാവും. ചില കാര്യങ്ങളൊക്കെ പരിഹാസ്യമായ രീതിയിലേക്ക് പോകുന്നു. ഇടതുപക്ഷത്തോട് നമുക്ക് അന്ധമായ യാതൊരു തര വിധേയത്വമില്ല. ഇടതുപക്ഷത്ത് സംഭവിക്കുന്ന പാളിച്ചകരെ വളരെ ശക്തമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷെ ആ ഇടതുപക്ഷമാണ് പോൽ ഇപ്പോൾ BJPയോടൊപ്പം നിന്നുകൊണ്ട് വിശ്വാസ വോട്ടിനെതിരായിട്ട് വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നെന്നും പറഞ്ഞ് ബഹളം വെക്കുന്നത്. ആരാണ് ഇടതുപക്ഷത്തെ ഇത്തരമൊരു നിസ്സഹായമായ സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടതെന്ന് ആലോചിക്കണ്ടേ? ഇടതുപക്ഷം നിങ്ങളോട് പറഞ്ഞില്ലേ, മര്യാദക്ക് ഏറ്റവും ചുരുങ്ങിയത് 1, 2, 3 കരാറിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ തരൂ, അതൊന്ന് പഠിക്കാൻ അവസരം തരൂ, അതിലേതെങ്കിലും ഭാഗം തിരുത്താനുണ്ടെങ്കിൽ അതൊന്ന് ചർച്ച ചെയ്യാൻ അവസരം തരുമെന്ന് പറഞ്ഞപ്പോ തികച്ചും വഞ്ചനാത്മകമായി നീട്ടിക്കൊണ്ടുപോകായിരുന്നു. എന്തിന്? അണിയറയ്ക്ക് പിന്നിലെ കുതിരക്കച്ചവടത്തിന് വേണ്ടി. അങ്ങനെ സമാജ്വാദി പാർട്ടിയെയും മറ്റ് കുതിരകളെയും കിട്ടിയെന്ന് കണ്ട സന്ദർഭത്തിൽ, ഇവിടെ കുതിര എന്ന് ഞാൻ പറയുന്നത് ശരിയായ അർത്ഥത്തിലുള്ള കുതിര തന്നെ, അപ്പൊ അങ്ങനെയുള്ളവളെ കിട്ടിക്കഴിഞ്ഞ സന്ദർഭത്തിൽ എന്ത് സംഭവിച്ചു? ആ ചതി കരാർ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മൻമോഹൻ സിംഗ് ജപ്പാനിലേക്ക് പറയ്ക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആഹ്ലാദം അദ്ദേഹം അന്തരീക്ഷത്തിൽ തന്നെ പങ്കിടുക പത്രക്കാരുമായിട്ട്. ആകാശത്തിനാണ് പറയുന്നത്, എന്ത് ഞാൻ തീർച്ചയായും ഈ കരാറുമായി മുന്നോട്ട് പോകുന്നു എന്ന്. എന്നിട്ട് ജന്മസാഫല്യം നേടിയ മാതിരിയാണ് ജോർജ് W. ബുഷിന്റെ മുമ്പാകെ 107 കോടി ജനങ്ങളുടെ ഈ പ്രധാനമന്ത്രി ഓച്ചാനിരിക്കുന്ന ദൃശ്യം. പടച്ചതമ്പരാൻ അതൊക്കെ കണ്ട് മരിക്കേണ്ടി വന്നുവല്ലോ എന്ന് പലപ്പോഴും തോന്നാറ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ജോർജ് W. ബുഷ് ആരാണ്? ലോകത്തുനിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ക്രിമിനലാണ്. മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്ന് പറയുന്ന വല്ലതും ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തലതൊട്ടപ്പനാണ്. ആ മനുഷ്യനെ കാണാതെ മരിച്ചു കിട്ടിയാൽ സൗഭാഗ്യമെന്ന് വിചാരിക്കേണ്ടയിടത്താണ് നേരെ പോയി ഓച്ചാനിച്ച് നിന്ന് അദ്ദേഹം തട്ടുമ്പോ ആഹ്ലാദത്തോട് നിൽക്കുന്നു. വല്ലാത്തൊരു ഗതികേടാണ്. ഒരു മനുഷ്യൻ അങ്ങനെ സംഭവിക്കാമായിരിക്കും, ഒരു രാജ്യത്തിന് ഇങ്ങനെ സംഭവിക്കാം. ഇതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം. അപ്പോ അങ്ങനെ എത്തിത്തീർക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് എന്ത് BJPയോടൊപ്പം ഇടതുപക്ഷം വോട്ട് ചെയ്യുന്ന അവിടെ ആ പ്രശ്നം. നമ്മുടെ നാട്ടുമുറങ്ങളൊക്കെ സാധാരണ ഒരു ചർച്ച കൊണ്ട് നടക്കാറുണ്ട്. ഖുർആന്റെ കോപ്പി, അതായത് മുസ്ഹഫ് ഒരുത്തം മോഷ്ടിച്ചു. അപ്പൊ ചർച്ച എന്താന്ന് വെച്ചാൽ ഉളുവെടുക്കാതെ മോഷിക്കാൻ പാടുണ്ടോ ഇല്ല എന്നുള്ള. കാരണം അത് വിശുദ്ധ വേദഗ്രന്ഥാണല്ലോ, ഉളുവെടുക്കാതെ. ഇപ്പൊ ചർച്ച എന്ത്? ഇടതുപക്ഷം BJPയോടൊപ്പം വോട്ട് ചെയ്യാവോ? ഇങ്ങനെയുണ്ട് പരിപാടി. ഇതൊക്കെ വിശ്വസിക്കാൻ ഈ നാട്ടിൽ ആളെ കിട്ടുമെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ അവരുടെ തലച്ചോറിനകത്ത് വെണ്ണീര് പോലും ഇല്ലെന്ന് പറയല്ലാതെ രക്ഷയില്ല. ഇടതുപക്ഷത്ത് ന്യായീകരിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടല്ല. ഈ ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ആരെന്ന് ആലോചിക്കണ്ടേ? BJPയും മറ്റും സന്തോഷിപ്പിച്ചത് ആര്? അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ അവസ്ഥ ഉണ്ടാക്കി തീർത്തത് ആര്? ഇരിക്കുന്ന കൊമ്പിന് കത്തിവെച്ചു, അവസാനം ഇങ്ങോട്ടിലേക്ക് എത്തിപ്പെട്ടു. എന്നിട്ട് അതുമായിട്ട് ഇപ്പൊ പ്രചരണത്തിന് ഇറങ്ങി. എല്ലാവർക്കും പറയാനുള്ളത്,
ഊർജ പ്രതിസന്ധി എന്ന് പറഞ്ഞു. സാധാരണക്കാരനായ മനുഷ്യന് കുടിവെള്ളത്തിന് വേണ്ടി കേടുകയാണ്. അവൻ ഉപയോഗിക്കുന്ന എല്ലാ അവശ്യ വസ്തുക്കൾക്കുമുള്ള വില ആകാശമൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് പോയി ബഹിരാകാശത്തിരിക്കും. ഇങ്ങനെ പോയ വിലക്കയറ്റം പ്രശ്നമല്ല. ജനങ്ങളുടെ ക്രമസമാധാനം തകർന്ന് രാജ്യത്ത് ഓരോ ദിവസം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമ്മൾ അമ്പരപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് അപ്പുറത്തേക്ക് പോയിരിക്കും. ഇതൊന്നും വിഷയമല്ലാതെ ഏതോ കാലത്ത് വരാൻ പോകുന്ന പ്രതിസന്ധിക്ക് പരിഹാരം, ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം എന്നും പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ മൊത്തം ശ്രദ്ധ അതിലേക്ക് തിരിച്ചുവിട്ട് നടക്കുന്ന ഈ കളി വല്ലാത്തൊരു കളിയാണ്. ഇതിന് പിന്നിൽ എന്താണെന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുമില്ല. പശ്ചിമേഷ്യയിൽ ഏതുപോലെ ഇസ്രായേലിനെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക അതിന്റെ താല്പര്യങ്ങൾ രക്ഷിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിക്കുന്നുവോ അതുപോലെ ദക്ഷിണേഷ്യയിൽ ഇന്ത്യയെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക കളിക്കുക. അതിന് നമ്മൾ നിന്നുകൊടുക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് ചൈനയെ പോലെയെങ്കിലും നിൽക്കാമായിരുന്നു. ചൈനയെന്നെല്ലാം ശരിയല്ല, പക്ഷെ ഏറ്റവും ചുരുങ്ങിയത് ആ രാജ്യം അതിന്റെ ആത്മാഭിമാനം നിലനിർത്തിക്കൊണ്ട് സ്വന്തമായി ഒരു അസ്തിത്വം നിലനിർത്തിക്കൊണ്ടാണ് പോകുന്നതെങ്കിലും സമ്മതിച്ചു കൊടുക്കണം. നമ്മുടെ രാജ്യമോ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾക്ക് 107 കോടി ജനങ്ങൾ, അപാരമായ സമ്പത്ത്, ലോകത്തെ വെല്ലുവിളിക്കാനുള്ള ശക്തി വേണമെങ്കിൽ നമുക്ക് സംഭരിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ഇമ്മട്ടിലെ ലോക ശക്തിയുടെ മുമ്പാകെ അടിയുറപ്പിക്കേണ്ട എന്ത് സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനൊക്കെ പിന്നിലുള്ളതായ കളികൾ, കള്ളക്കളികൾ, അതിലുള്ള കരുനീക്കങ്ങൾ എല്ലാം വിശദമായി പറയേണ്ടി വരും. ഞാൻ അതിലേക്കൊന്ന് ഈ സന്ദർഭത്തിൽ കടക്കുകയാണ്. എന്ത് തന്നെ ആയാലും ശരി, മൻമോഹൻ സിംഗിന് മാപ്പില്ല എന്ന് പറഞ്ഞാൽ പോരാ. നിങ്ങൾ അങ്ങനെ ഒരു ചരിത്രം ഇനി ഇന്ത്യയിൽ ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. ഇത് ഇവിടെ ഒന്നും തുടങ്ങിയതല്ല. എപ്പം തുടങ്ങിയത് ആലോചിച്ചാൽ 2005 കരാറൊന്നും അല്ല വിഷയം. ശ്രീമതി സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നേരിട്ടു. 14ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. അന്ന് നമ്മളൊക്കെയും ലോകം ധരിച്ചത് എന്താ? ജയിച്ചു വന്നാൽ സോണിയാഗാന്ധി ആയിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അങ്ങനെ ആവുമെന്ന് പറഞ്ഞുകൊണ്ട് പിണങ്ങിപ്പോയവരൊക്കെ ഉണ്ട്. ഇക്കാര്യത്തിൽ ഇങ്ങനെ ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാവുമെന്ന് ചോദിച്ചു. അതൊക്കെ നിരാകരിച്ചുകൊണ്ട് കോൺഗ്രസിന് സാമാന്യം ഭേദപ്പെട്ട സീറ്റുകളും വോട്ടുകളും കിട്ടി. മറ്റുള്ളവരുടെ പിന്തുണയോട് ഭരിക്കാവുന്ന അവസരമുണ്ടായി. സോണിയാഗാന്ധി എപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ഘട്ടത്തിലാണ് ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റ് മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ഇടിഞ്ഞ് തകർന്ന് അറബിക്കടലിൽ മുങ്ങിയ വാർത്ത പത്രങ്ങളിൽ 8 കോളം തലക്കെട്ടിൽ മത്തങ്ങാതിൽ വരുന്നു. പിറ്റേ ദിവസമായില്ല, ഏതാനും മണിക്കൂറുകൾ കൊണ്ട് കേൾക്കുന്നു സോണിയ പ്രധാനമന്ത്രിയാവാൻ പോകുന്നില്ല. നമ്മളെ മൻമോഹൻ സിംഗ് ആണെന്ന് കേട്ടപ്പോഴേക്ക് ഇതാ പെട്ടെന്ന് ഷെയർ മാർക്കറ്റ് ജീവിച്ചു വന്ന ആ ബഹിരാകാശത്തേക്ക്. ഇക്കളിയുടെ പിന്നിൽ ആര് എന്ന് ആലോചിക്കാൻ സാമാന്യ ബുദ്ധി പോരെ. അന്ന് തുടങ്ങിയതാണ് അമേരിക്കയുടെ കളി. തങ്ങളുടെ അരുമശിഷ്യനെ തന്നെ ഇന്ദ്രപ്രസ്ഥത്തിൽ ഇരുത്തിക്കൊണ്ടുള്ള കളിക്ക് അമേരിക്ക അന്ന് തുടക്കം കുറിച്ചത്. സോണിയാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ ഇതിന് വ്യത്യസ്തമാകുന്നുമായിരുന്നു എന്ന മാനത്തിലേക്കൊന്നും ഞാൻ കടക്കുകയില്ല. പക്ഷെ കളി അന്നേ തുടങ്ങിയത്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഈ കരാറും അതുപോലെയുള്ള പലതും വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണും. ഇത് വല്ലാത്തൊരവസ്ഥയാണ്. സ്വതന്ത്ര ജനാധിപത്യ രാജ്യങ്ങളുടെ പോലും ജനഹിതത്തെ അട്ടിമറിച്ചുകൊണ്ട് കാലഹരണപ്പെട്ടു പോയ കൊളോണിയലിസത്തെ ജീവിപ്പിക്കാൻ വേണ്ടി വീണ്ടും സാമ്രാജ്യ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അധിനിവേശം, അത് തീർച്ചയായും അതിനെ ചെറുത്ത് തോൽപ്പിച്ചില്ലെങ്കിൽ ഈ രാജ്യത്തിന് അതിന്റെ പരമാധികാരം നിലനിർത്താൻ കഴിയും, അതിന്റെ സ്വാതന്ത്ര്യം നിലനിർത്താൻ കഴിയും, നമ്മളൊന്നും നമ്മളായി ജീവിക്കുകയും. അത്രയും അതിനെക്കുറിച്ച് പറയേണ്ടതായിട്ടു. അതോടൊപ്പം ഞാൻ സൂചിപ്പിക്കാൻ വിചാരിക്കുന്ന മറ്റൊരു കാര്യം, ഈ പ്രശ്നത്തെ സാമുദായികവൽക്കരിക്കാൻ വേണ്ടിയുള്ള വളരെ ഹീനമായ ഒരു ശ്രമം ഇവിടെ നടക്കുന്നു. പ്രശ്നം മുഴുവൻ ചുരുക്കി കെട്ടിയിട്ട് എന്തായിരിക്കും അറിയാമോ? 1-2-3 കരാറിൽ ഇന്ത്യ രാജ്യം ഒപ്പുവെക്കണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ കുറച്ച് മുസ്ലിമീങ്ങൾ എതിരാണ്. അതുകൊണ്ട് എന്താണ് ഈ പറയുന്നതിനർത്ഥം? ഇന്ത്യയിലെ 13-14 വരുന്ന ശതമാനം വരുന്ന മുസ്ലിമീങ്ങൾക്ക് മാത്രം 1-2-3 കരാറിൽ ഒപ്പിട്ട് എന്ത് ചേമ്പ് വരാനാ? എല്ലാവർക്കും വരാത്ത ഒന്ന് അവർക്ക് മാത്രമായിട്ട് എന്താ അതിനകത്ത് ഉള്ളത്? ഇത്രയൊന്നും ആലോചിക്കാൻ പറ്റില്ല. എന്താണ് ഈ പറയുന്നത് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയിലെ 107 കോടി ജനങ്ങൾക്ക് ആകെ കൂടി 14-15 കോടി വരുന്ന മുസ്ലിമുകൾക്ക് മാത്രമേ ഈ രാജ്യത്തിന്റെ പരമാധികാരത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ആലോചനകളൊന്നും സമ്മതിച്ചു കൊടുക്കുകയാണോ? തിരക്കുള്ള നല്ല പരിപാടി. അതല്ല, രാജ്യത്തെ മൊത്തമായി ബാധിക്കുന്ന പ്രശ്നമാണ് എങ്കിൽ എങ്ങനെയാണ് ഇതിനെ വർഗീയവൽക്കരിക്കാനും സാമുദായികവൽക്കരിക്കാനും ശ്രമിക്കുന്നത്? അതിന്റെ പിന്നിൽ ശക്തമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ്.
ഇന്ത്യയിലെ വലതുപക്ഷത്തെ പീഡിപ്പിച്ചുകൊണ്ട്, ഇന്ത്യയിലെ ഫാസിസത്തെ പീഡിപ്പിച്ചുകൊണ്ട് അടുത്ത അധികാരം അവരുടെ കയ്യിലേക്ക് നൽകാനും അങ്ങനെ അതിന്റെ തണലിൽ ഈ കരാർ ഒന്നുകൂടി ശക്തമായി നടപ്പാക്കാനുമുള്ള ഹീനമായ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ നടക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യത്തെ വെറുക്കാൻ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. ഉത്തരേന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ അത് മുസ്ലിമീങ്ങൾക്ക് അനുകൂലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ കൗ ബെൽറ്റിൽ, നമ്മുടെ ഹിന്ദി ബെൽറ്റിൽ പിന്നെ വേറെ ഒന്നും ആലോചിക്കേണ്ടതില്ലാത്തൊരു സാഹചര്യം കുറച്ചു കാലമായിട്ട് നിർഭാഗ്യവശാൽ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ഈ കരാറിന്റെയും മുഴുവൻ അവസാനമായി ചെന്നെത്തിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മുസ്ലിമീങ്ങൾക്ക് അത് സ്വീകാര്യമല്ല എന്നുള്ളിടത്താണ്. അങ്ങനെ ഒരു പ്രശ്നം ഇതിൽ ഉത്ഭവിക്കുന്നില്ല. രാജ്യത്തിന് മൊത്തമാണ് സ്വീകാര്യമല്ലാത്തത്. ഈ നാട്ടിലെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും മതമൊന്നും ഇല്ലാത്തവരുമായ മനുഷ്യ സമൂഹത്തിനാണ് ഈ കരാർ സ്വീകാര്യമല്ലാത്തത്. അത് സ്വീകാര്യമല്ലാതിരിക്കാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നീണ്ട 1.5 നൂറ്റാണ്ട് കാലം നമ്മുടെ നവഭാരത ശില്പികൾ പോരാടി നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ ഇമ്മട്ടിൽ അടിയറ വെക്കുന്നതിനോട് ഏത് മനുഷ്യനും ഉണ്ടാകുന്ന, ദേശാസ്നേഹിയായ ഏത് മനുഷ്യനും ഉണ്ടാകുന്ന സാമാന്യമായ വികാരമാണ്. അതോടൊപ്പം ഇത് കരാറിന് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് നേട്ടം? നേട്ടമുണ്ട്. ആർക്ക്? അതല്ലേ ഇവിടെ അംബാനിമാരുടെ തമ്മിൽ തന്നെ മനസ്സിലാക്കേണ്ടത്. എന്താന്ന് ചോദിച്ചാൽ ഈ കരാർ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ലക്ഷക്കണക്കിന് കോടികളുടെ കരാറാണ്. അങ്ങനെയുള്ള ഒരു കരാറിന്റെ ഭാഗമായിട്ട് അമേരിക്കയിൽ തുരുമ്പെടുത്ത് കിടക്കുന്ന കുറെ റിയാക്ടറുകളും അതുപോലെയുള്ള കുറെ സാധനങ്ങളുണ്ട്. അതിവിടെ ഇറക്കുമതി ചെയ്യാം. ആ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന കമ്മീഷനും കോഴയും അതുപോലെ കിക്ക് ബാക്കും ഒന്ന് പറയാതിരിക്കാൻ ഭേദം. അമേരിക്ക ആവട്ടെ കഴിഞ്ഞ 3 ദശകക്കാലം 30 കൊല്ലക്കാലമായിട്ട് ഒരൊറ്റ ആറ്റം റിയാക്ടർ മുതലായി സ്ഥാപിച്ചിട്ടില്ല. അവർക്ക് അതിന്റെ കഥയേറെ അതുകൊണ്ടാണ്. അങ്ങനെയില്ല, ആ അമേരിക്കയിൽ ഇല്ലാത്ത സാധനം ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്യാം. ഇതിനുവേണ്ടിയുള്ള കരാറുകളാണ്. ഇതിൽ നിന്നുള്ള പണവും ലാഭവും മുൻകൂട്ടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ എംപിമാരെ പിടിക്കുന്നത്. ഇങ്ങനെ ദൂഷിത വലയം തീർത്തിരിക്കുന്നു. അതിനൊക്കെ അവസരം നൽകുന്ന ഈ കരാറിനെ നിരാകരിക്കണമെന്ന് പറയാൻ എനിക്ക് ആരോടുമല്ല, ആദ്യമായി ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസുകാരായ സുഹൃത്തുക്കളോട്, നിങ്ങൾ ദയവായി നിങ്ങളുടെ സംഘടനയെ രക്ഷിക്കണം. നിങ്ങളുടെ പ്രധാനമന്ത്രിയിൽ നിന്ന് നിങ്ങളുടെ സംഘടനയെ നിങ്ങൾ രക്ഷിക്കണം. മറ്റാരുമല്ല നിങ്ങളുടെ ശത്രു, ഇടതുപക്ഷമല്ല, അതുപോലെയുള്ള വേറെ പാർട്ടികളൊന്നുമല്ല. സാക്ഷാൽ ശത്രു ഈ പാർട്ടിയുടെ യഥാർത്ഥ ശത്രു നിർഭാഗ്യവശാൽ നിങ്ങളുടെ പ്രധാനമന്ത്രി. നിങ്ങളുടെ ഞാൻ പറയുന്നത് നിങ്ങൾ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയെ. നിങ്ങൾ തെരഞ്ഞെടുത്താന്ന് പറയുന്നത് ഞാൻ തിരുത്തും. നിങ്ങൾ തെരഞ്ഞെടുത്ത അദ്ദേഹത്തെ അല്ല. അമേരിക്ക നിങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയെ. അദ്ദേഹത്തോട് നേരെ ചൊവ്വേ കാര്യം പറയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പൊന്നു സർദാർജി, താങ്കൾ ഒരു പക്ഷേ കാലം കഴിഞ്ഞു, സമയം കഴിഞ്ഞു എന്ന് വിചാരിക്കുമായിരിക്കും. കോൺഗ്രസിന്റെ സമയം അങ്ങനെ വേഗം കഴിയണമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. എന്നെങ്കിലും അദ്ദേഹത്തെ ചെന്ന് കണ്ട് പറയാൻ കോൺഗ്രസുകാർക്ക് കഴിയാതെ എന്റെ പ്രിയ സുഹൃത്ത് MI ഷാനവാസി എത്ര ലേഖനം എഴുതിയിട്ട് ആ കാര്യം അദ്ദേഹത്തിന് ലേഖനം നോക്കിക്കൊടുത്താൽ ഞാൻ അങ്ങോട്ട് വരുന്നത്. അദ്ദേഹത്തിന് ലോകത്തോട് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞുകൊണ്ട് ഞാൻ പൂർണ്ണമായി സമ്മതം കൊടുത്തതാണ്. പക്ഷെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അദ്ദേഹം തളരുകയല്ലാതെ ഒരു രക്ഷയുമില്ല. കാരണം എന്ന് വെച്ചാൽ സത്യം അദ്ദേഹത്തിന്റെ ഭാഗത്തില്ലെന്നുള്ളത്. കാരണം വ്യക്തിത്വം ഒരു ദുർബലമായ അങ്ങേയറ്റം അടിസ്ഥാനരഹിതമായ ഒരു ഭൂമികയിൽ നിന്നുകൊണ്ടാണ് ഈ പോരാട്ടം നടത്തുന്നത്. രക്ഷപ്പെടുകയും ഇനിയും സമയമുണ്ട്. ദുരഭിമാനമില്ലെങ്കിൽ ഇനിയും സമയമുണ്ട്. ഉടനടി പ്രകാശ് കാരാട്ടിനെയും നമ്മുടെ ശ്രീ ദേവരാജനെയും അതുപോലെയുള്ള ഇടതുപക്ഷ സ്വതന്ത്രജൂടനെയൊക്കെ ഒന്ന് വിളിച്ചു വരുത്തുക. സംഭവിക്കേണ്ടതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി കാര്യമില്ല. നമുക്ക് ഈ കരാറിനെ കുറിച്ച് ഇനിയും ചർച്ചകളാവാം. അടിയന്തരമായിട്ട് ജോർജ് W. ബുഷ് പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിവാകുന്നതിന് മുമ്പ് തന്നെ കരാർ ഒപ്പണമെന്ന് തീരുമാനിക്കേണ്ട. നമുക്ക് ജനങ്ങളെ സമീപിക്കാം. ജനാധിപത്യത്തിന്റെ മര്യാദ അതാണ്. അടുത്തത് 15ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഇഷ്യൂ തന്നെ അതായിക്കൊള്ളട്ടെ. ഒരു ഭാഗത്ത് ആണവ കരാറും മറുഭാഗത്ത് വേറെ പ്രശ്നങ്ങളുണ്ട്, അതും തന്നെ ആവട്ടെ. അതുവരെ നമുക്ക് നിലവിലുള്ള സംവിധാനവുമായിട്ട് പോവാം. നമ്മുടെ ഈ രാജ്യത്തിലെ മതേതരവാദികൾക്ക്, ഈ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങൾ നൽകിയ ഉറപ്പ് പാലിക്കാം. ഏറ്റവും ചുരുങ്ങിയത് ഫാസിസ്റ്റുകള് ഈ അവസരത്തിൽ നിന്ന് മുതലെടുക്കുന്നതിന് നിങ്ങൾ തടയെങ്കിലും ചെയ്യാമെന്ന് പറയാൻ കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവസാനത്തെ മണിക്കൂറുകളാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ രക്ഷിക്കാൻ, സ്വന്തം പാർട്ടിയെ രക്ഷിക്കാൻ, ഇതിനെ സാമ്രാജ്യത്തിനും ഫാസിസത്തിനും അടയൊറക്കാതിരിക്കാൻ ലഭിക്കുന്ന ഈ അവസരം ഏറ്റവും ഒടുവിലെങ്കിലും നമ്മുടെ കോൺഗ്രസ് സുഹൃത്തുക്കൾ അതുപയോഗിക്കുമെങ്കിൽ നിശ്ചയമായും അവർക്കും രാജ്യത്തിനും അതിലാണ് രക്ഷ. അല്ലെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ദുരന്തത്തെ, വിപത്തിനെ നമ്മളെല്ലാവരും നേരിടുകയല്ലാതെ യാതൊരു രക്ഷയുമില്ല. അതിലേക്ക് പോവാൻ ദൈവം അവസരം ഒരുക്കാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സോളിഡാരിറ്റിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കും.
ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സകലമാന പാരമ്പര്യങ്ങളെയും നിരാകരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്തിട്ടുള്ള കോൺഗ്രസും അതിൻ്റെ പ്രധാനമന്ത്രിയും ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് രാജ്യത്തെ ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുള്ള ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം ഉണർന്ന് ചിന്തിക്കുന്ന ആളുകളും സമൂഹങ്ങളും നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോയതാണ് രാജ്യം പതുക്കെ പതുക്കെ വീണ്ടും സാമ്രാജ്യത്വ ശക്തികളുടെ അടിമത്തത്തിൽ അമർന്നുകൊണ്ടിരിക്കുവാൻ കാരണമായി തീരുന്നത് എന്ന വസ്തുതയാണ്. ഘാട്ട് കരാർ മുതൽ ആഗോളവൽക്കരണത്തിന്റെ ഗുരുതരമായ കെടുതികൾ വരെയുള്ള സംഭവങ്ങളെ ഓരോരോ സന്ദർഭങ്ങളിലും നമുക്ക് മുമ്പിൽ വിശദീകരിക്കപ്പെട്ടപ്പോൾ, ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടപ്പോൾ ഒരുപിടി ആളുകൾ അന്നെല്ലാം ഇത് വെറുതെ പറയുന്നതാണ്, ഇത് അത്ര ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമല്ല എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചിരുന്നു. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ഇത് ആഗോളതലത്തിൽ എന്നോ വരാനിരിക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആയിരിക്കുകയില്ല, മറിച്ച് വളരെ അടുത്ത് നമുക്കൊക്കെ തൊട്ടറിയാവുന്ന തരത്തിലുള്ള ദുരിതങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നതാണ് എന്ന് നമ്മുടെ കടകളിൽ ചെന്ന് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾക്കെല്ലാം ഇന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ആണവ കരാറിനെ കുറിച്ച് പറയുമ്പോഴും അത് സൃഷ്ടിക്കാനിരിക്കുന്ന ഗുരുതരമായ ഭവിഷ്യത്തുകളെക്കുറിച്ച് പറയുമ്പോഴും ഈ വസ്തുതകളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയേണ്ടതാണ് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ആർക്കാണ് ഇതിൽ താൽപ്പര്യം എന്ന് മനസ്സിലാക്കണമെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കരാർ ഒപ്പിടാൻ വൈകുന്നത് മൂലമുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് നിരന്തരം നൽകപ്പെട്ടിട്ടുള്ള മുന്നറിയിപ്പുകളെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. ഇവിടെ നിരന്തരമായി ഇതിനെക്കുറിച്ച് അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്നതുപോലെ മറുപക്ഷത്ത് അമേരിക്കൻ പ്രസിഡന്റും അതേപോലെ തന്നെ അമേരിക്കൻ കോൺഗ്രസും അവരുടെ പ്രതിനിധികളും ആയിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് ഇന്ത്യയുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇത്ര അസ്വസ്ഥത ഒരിക്കലും പ്രകടിപ്പിക്കപ്പെടേണ്ടിയിരുന്നില്ല എന്ന് ആർക്കും ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. കാരണം ജനങ്ങളുടെ ഹിതത്തിന്റെ കൂടെ നിന്നിട്ടുള്ളതോ ജനതാൽപര്യങ്ങളുടെ കൂടെ നിന്നിട്ടുള്ളതോ അല്ലെങ്കിൽ ജനാധിപത്യങ്ങൾ സമൂഹങ്ങളെ അവരുടെ താൽപര്യങ്ങളെ സംരക്ഷിക്കണമെന്ന നിർബന്ധ ബുദ്ധി എല്ലാ കാലത്തും വെച്ചു പുലർത്തിയിട്ടുള്ളതോ ആയ രാജ്യമല്ല അമേരിക്ക എന്ന് പറയുന്നത്. എക്കാലത്തും അവരുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊണ്ടിട്ടുള്ള, അതിനുവേണ്ടി രാജ്യങ്ങളെയോ ജനാധിപത്യ സമൂഹങ്ങളെയോ അതേപോലെയുള്ള ഭരണകൂടങ്ങളെയോ ഒക്കെ കുരുതി കൊടുക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഭരണകൂടമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഭരണകൂടം എന്ന് പറയുന്നത് എന്ന് നിരന്തരം നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, പറയേണ്ടതില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ആരുടെ താല്പര്യമാണ് എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് പറയേണ്ടുന്നത് നിസ്സഹായരായ ഒരുപാട് ജനസമൂഹങ്ങളുടെ ജനലക്ഷങ്ങളുടെ ചോരമണക്കുന്ന കൈകളുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ കൈപിടിക്കാൻ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സാധിക്കേണ്ടതായിരുന്നില്ല. അദ്ദേഹത്തോട് പറയേണ്ടതായിരുന്നു, പറ്റില്ല, ഇന്ത്യയിലെ കോടിക്കണക്കായ 100 കോടിയിലേറെ വരുന്ന ജനങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് താങ്കളോടൊപ്പം നിൽക്കാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറയാനുള്ള ആർജവം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടതായിരുന്നു. അത് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടില്ല എന്നിടത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയുടെ താൽപര്യങ്ങൾ മാത്രമല്ല, ഇനിയും ഒരുപക്ഷെ ഒരുപാട് ന്യൂനതകളോടൊപ്പം തന്നെ നിലനിൽക്കുന്ന ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ കൊന്ന് കൊലവിളി നടത്താനുള്ള അനുവാദമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ ഊഹിക്കേണ്ടി വരികയാണ്. ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇവിടെ നിരപരാധരായ മനുഷ്യമക്കളുടെ തലയോട്ടികൾക്ക് മുകളിലാണ് അമേരിക്ക എന്ന് പറയുന്ന അല്ലെങ്കിൽ ജോർജ് ബുഷ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ അധികാരം സ്ഥാപിച്ചെടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും ഇനിയും ഇത്
തുടരാൻ അനുവദിക്കണമോ വേണ്ടയോ എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സ്വതന്ത്രമായി നിൽക്കാൻ അനുവദിക്കണമോ വേണ്ടയോ എന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ മുമ്പിലുള്ള പ്രശ്നം. അതുകൊണ്ട് രാജ്യം നിലനിൽക്കണമെങ്കിൽ, രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം നിലനിൽക്കണമെങ്കിൽ, ഇന്ത്യയുടെ പാരമ്പര്യത്തെ മാനമായി കാത്തുസൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള കരാറുകൾ പാടില്ല എന്ന് പറയാൻ, അത് അനുവദിക്കുകയില്ല എന്ന് പറയാൻ ഇന്ത്യയിലെ ഒരുപറ്റം ആളുകൾക്കല്ല, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ബാധ്യതയുണ്ട് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ആണവ കരാർ എന്ന് പറയുന്നത് ഒരു കരാറിന്റെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യയുടെ മൊത്തമായ പ്രശ്നത്തിന്റെ ഭാഗമാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെ ഇന്ത്യയിലെ മൊത്തം ജനാധിപത്യ ശക്തികളും സംഘടനകളും സമൂഹങ്ങളും ഇതിനെതിരായ നിലപാട് സ്വീകരിക്കുവാൻ സന്നദ്ധമാകേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വൺ ടു ത്രീ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഉപേക്ഷിക്കണമെന്ന അഭിപ്രായം എനിക്കുള്ളത്. കാരണം അത് അമേരിക്കക്കാരന്റെ ഭാഷയാണ്. അമേരിക്കക്കാരന് 123 എന്ന് പറയാൻ അറിയില്ല. അവരെ കുട്ടികളെ 1 2 3 എന്നാണ് പഠിപ്പിക്കുന്നത്. അവരുടെ ആറ്റോമിക് എനർജി ആക്ടിന്റെ 123 വകുപ്പ് എന്നാണ് നമ്മുടെ ഭാഷയിൽ പറയുക. അതുകൊണ്ട് ഈ 123 കരാർ അല്ലെങ്കിൽ അതിനെ പിന്താങ്ങുന്ന ഹൈഡ് നിയമം, അതിനുശേഷം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി ബന്ധപ്പെട്ട സുരക്ഷാ മാനദണ്ഡ കരാർ, ഇനി വരാൻ പോകുന്ന ആണവ സാമഗ്രികൾ വിൽക്കുന്ന രാജ്യങ്ങളുടെ NSG എന്ന് ചുരുക്കപ്പേര്, അവരുടെ സംഘടനയുമായുള്ള ചർച്ചയുടെ മിനിറ്റ്സ്, ഇതെല്ലാം ചേർന്ന് അമേരിക്കൻ കോൺഗ്രസിൽ ഇതെല്ലാം കൊണ്ടുപോയി അവതരിപ്പിച്ച് ഈ 123 എന്ന് പറയുന്ന കരാറിന് അംഗീകാരം നേടിയാൽ, ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ഇന്ത്യയുടെ പരമാധികാരം പോവും, ഇന്ത്യ അമേരിക്കയ്ക്ക് അടിമയാവും, ഇന്ത്യക്ക് അണുബോംബ് പൊട്ടിക്കാൻ പറ്റില്ല, അണുബോംബ് പൊട്ടിക്കണമെന്നുള്ളതല്ല, അതിന്റെ സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെടും. ഇതൊക്കെ പറഞ്ഞാലും ഈ രാജ്യത്ത് ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്തിനാ, ഇന്ത്യക്ക് എന്തിനാ പരമാധികാരം, നമുക്ക് ഊർജം കിട്ടിയാൽ പോരെയെന്ന്. ഞാൻ TV ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ചിലർ പറയും നിങ്ങൾ എന്തിനാണ് പരമാധികാരവും രാഷ്ട്രീയവും ഒക്കെ ഇതിൽ കൊണ്ടുവരുന്നത്. ഇപ്പൊ പവർ കട്ടാണ് കേരളത്തിൽ. ഈ അടുത്തിടയ്ക്ക് ഒരു വിദ്വാൻ ഒരു സമുന്നതനായ കോൺഗ്രസ് നേതാവുമായി ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ രാജ്യത്ത് പവർ കട്ടാണ്, ഇതെങ്കിലും മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് വേണം ആണവ കരാറിനെ എതിർക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ആണവ കരാർ നടപ്പായാൽ ഇന്ത്യ രാജ്യത്ത് ഊർജ്ജ സുരക്ഷയുണ്ടാകും എന്ന വാദം മാത്രമാണ് ഞാൻ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത്തരം കരാറുകളെ സംബന്ധിച്ച് നമ്മുടെ സാധാരണ മനുഷ്യർ, എന്നോട് പല സുഹൃത്തുക്കളും പറഞ്ഞത് എന്താണ് ഈ പുലിവാലെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന്. കുറെ ആളുകൾ ഊർജ്ജമുണ്ടാക്കാൻ വേണ്ടി മൻമോഹൻ സിംഗ് പാടുപെടുന്നു എന്ന് വിശ്വസിച്ച് അതിനെ പിന്താങ്ങുന്ന ആളുകൾ, കുറെ ആളുകൾ മൻമോഹൻ സിംഗ് ഇന്ത്യയെ വിൽക്കുന്നു എന്നറിഞ്ഞും അറിയാതെയും അതിനെ എതിർക്കുന്ന ആളുകൾ. ഇതിനിടയിൽ സാധാരണ ആളുകൾക്ക് എന്ത് ഊർജ്ജം, എന്ത് IAEA, എന്താണ് പ്രശ്നം എന്നറിയില്ല. അത് കുറെ ആളുകളുടെ കുഴപ്പമാണ്. കാരണം ആളുകൾ സ്വന്തം ബുദ്ധി ഇക്കാര്യത്തിനൊന്നും ഉപയോഗിക്കില്ല. ഐഡിയ സ്റ്റാർ സിംഗർ കാണുമ്പോൾ അവരുടെ പോയിന്റ് കണക്കാക്കുന്ന ഇതിനുപയോഗിക്കുന്ന ബുദ്ധി പോലും ഇത്തരം മനുഷ്യനെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷെ വളരെ ലളിതമായി പറഞ്ഞാൽ, നേരത്തെ ഇവിടെ ശ്രീ ദേവരാജൻ സൂചിപ്പിച്ച ഒരു കാര്യം, ഇന്ത്യക്ക് ആണവ ഊർജം കൊണ്ട് ഇന്ത്യക്ക് ഊർജ്ജ സുരക്ഷ ഉണ്ടാകില്ല. ആ ഉണ്ടാകുമെങ്കിൽ ഉണ്ടാകുന്ന ഊർജത്തിന്റെ വിലയെക്കുറിച്ച് പറഞ്ഞു. ശരാശരി ഒരു യൂണിറ്റിന് 10 രൂപയിൽ താഴെ ഇപ്പോഴത്തെ നിലയ്ക്ക് ആണവോർജത്തിന് ഒരു യൂണിറ്റിന് വില വരും. നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിലെ വൈദ്യുതി മന്ത്രി ഇപ്പൊ പറയുന്നത് 6 രൂപ 80 പൈസയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ടി വരുന്നുവെന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് വൈദ്യുതി വില കൂടുതൽ. അത് 10 രൂപയുടെ വൈദ്യുതി ആവണോ എന്ന ചോദ്യമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ലോകത്തൊരിടത്തും കഴിഞ്ഞ, പ്രത്യേകിച്ചും ഈ മൂന്നാം ലോകത്തെ ചില ദരിദ്രവാസി രാജ്യങ്ങളിൽ ഒഴിച്ചാൽ വികസിതമെന്ന് പറയുന്ന ഒരു രാജ്യത്തും 1979 ശേഷം ഒരൊറ്റ ആണവ നിലയത്തിനും അനുമതി കൊടുത്തിട്ടില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. 2-3 പ്രധാന കമ്പനികൾ, വെസ്റ്റിംഗ് ഹൗസ്, അതുപോലെ ജനറൽ ഇലക്ട്രിക്, ബെക്ടെൽ തുടങ്ങിയ കമ്പനികൾ കുറെ കാലമായി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ഒരു വഴിയുമില്ലാതെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ അത് വിൽക്കാൻ കണ്ടുപിടിച്ച മാർക്കറ്റുകളിൽ ഒന്നാണ് ഇന്ത്യ എന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഊർജ്ജ സുരക്ഷയേക്കാൾ
ആ രാജ്യത്തെ ഇത്തരം ബഹുരാഷ്ട്ര കുത്തകകളുടെ ജീവസുരക്ഷ അല്ലെങ്കിൽ അവരുടെ വ്യാപാര സുരക്ഷയാണ് ഈ കരാറിന്റെ പിന്നിലുള്ളത്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് പറയാതെ തന്നെ ഞാൻ പറയണം, ഇന്ത്യയുടെ ഈ ഇത്തരത്തിലൊരു കരാർ ഒപ്പിട്ട് ഊർജ്ജ സുരക്ഷ ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ വേണം? ഒന്നാമത്തെ കാര്യം, ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള എല്ലാ കാലത്തും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ആണവ നിലയങ്ങൾ ഉണ്ടാവണം. ഇവിടെ ഇപ്പൊ സംഭവിക്കുന്ന എന്താ? പൂർണ്ണമായും ഇറക്കുമതി ചെയ്ത യന്ത്രസാമഗ്രികൾ, അതിന് പൂർണ്ണമായും എക്കാലത്തേക്കും ഇറക്കുമതി ചെയ്ത ഇന്ധനം. ഇതിൽ ഇന്ധനത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ലഭ്യമാകുന്ന പ്രകൃതിദത്തമായ യുറേനിയം ഉപയോഗിക്കാൻ കഴിയുന്ന നിലയങ്ങളല്ല ഇറക്കുമതി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പ്രകൃതിദത്തമായ യുറേനിയത്തെ സമ്പുഷ്ടീകരിച്ച് LEU എന്ന് പറയുന്ന ലൈറ്റ് എൻറിച്ച്ഡ് യുറേനിയം ഉപയോഗിക്കുന്നതാണ്. പക്ഷേ എൻറിച്ച്മെന്റ് ചെയ്യാൻ, സമ്പുഷ്ടീകരണം നടത്താൻ നമുക്ക് സംവിധാനങ്ങളില്ല. അപ്പൊ എന്ത് പറ്റും? നമ്മുടെ പ്രകൃതിദത്തമായ യുറേനിയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പകരം എല്ലാ കാലത്തും ഈ നിലയം നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ധനം അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യണം. ഇതിപ്പോ ശ്രീ ദേവരാജനൊക്കെ നിലയത്തിന്റെ വിലയാണ് 3,30,30,000 കോടി രൂപ എന്ന് പറഞ്ഞത്. അതിനേക്കാൾ തീ വിലയാണ് ഇന്ധനത്തിന്. കാരണം ഇന്ധനം എന്നും വാങ്ങിക്കുന്നുകൊണ്ട് നാളെ രാവിലെ ഇന്ധനത്തിന് വില കൂടിയും തീരുമാനിച്ചാൽ, അമേരിക്ക തീരുമാനിച്ചാൽ ലോകത്ത് ഇന്ധനത്തിന് വില കൂടും എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു കിലോയ്ക്ക് 5 കോടി രൂപ പറഞ്ഞാൽ, 5 കോടിയൊക്കെ ഉണ്ട് കേട്ടോ അതിന്, 5 കോടി രൂപ പറഞ്ഞാൽ നാളെ അത് 10 കോടിയാണെന്ന് അമേരിക്ക പറഞ്ഞാൽ 10 കോടി കൊടുക്കാൻ ഇന്ത്യ ബാധ്യസ്ഥമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇന്ധനം ഒരിക്കലും ഇന്ത്യയിൽ ഉണ്ടാവില്ല, ഇന്ത്യക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ഞാൻ അതിലേക്കാ വരുന്നത്. അപ്പൊ രണ്ടാമത്തെ കാര്യം, നമ്മളിങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്ന് ഇന്ധനം വാങ്ങുന്നതിന് പകരം ഇന്ത്യക്ക് ഇന്ധനം എല്ലാ കാലത്തേക്കും നൽകുന്നതിന് വ്യവസ്ഥ ഇതിലുണ്ട് എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വിദഗ്ധർ. ഈ വിദഗ്ധരുടെ കാര്യത്തിൽ ഒരു കുഴപ്പമുണ്ട്, അതും പറയണം. വിദഗ്ധർ, സർവീസിലിരിക്കുന്ന വിദഗ്ധരൊക്കെ സർക്കാരിനെ പിന്താങ്ങുന്നവരാ. കാരണം അല്ലെങ്കിൽ അവരുടെ പണി പോകും. ഇപ്പൊ ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അനിൽ കക്കോദ്കർ കരാറിന് വേണ്ടി വാദിക്കുക. പക്ഷെ അദ്ദേഹം പറയുന്ന, അദ്ദേഹത്തിന് വളരെ സ്ട്രോങ് ആയ പല ഇന്റർവ്യൂകളും നമ്മൾ ഇടയ്ക്ക് വായിച്ചാൽ അതിനിടയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ അടുത്ത ദിവസം അദ്ദേഹം പറഞ്ഞു സുരക്ഷാ മാനദണ്ഡ ചർച്ച പൂർത്തിയായിട്ടില്ല, ഇനിയും കുറെ കാര്യങ്ങളുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതിൽ തൃപ്തനല്ല. അതാണ് പ്രശ്നം. എന്ന് പറഞ്ഞാൽ നേരെ മറിച്ച് ഇതിനെപ്പറ്റി പഠിച്ച് പുറത്തിറങ്ങിയിട്ടുള്ള മുഴുവൻ ആളുകളും, ഇപ്പോൾ ഡോക്ടർ VK അയ്യങ്കാർ, HN സേത്തന, അല്ലെങ്കിൽ ഡോക്ടർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയ നിരവധി ആളുകൾ, എല്ലാവരും, MR ശ്രീനിവാസൻ അടക്കമുള്ള ആളുകൾ, ഒരുപാട് പേർ ഈ കരാറ് കുഴപ്പമാണ്, ഇതിൽ പോരുത്, ഇത് പോയാൽ ഇന്ത്യക്ക് ഊർജ്ജ സുരക്ഷ ഉണ്ടാവില്ല. കാരണം 100% അമേരിക്ക വിശ്വസിച്ച് പണ്ട് നമുക്കൊരു അബദ്ധം പറ്റിയിട്ടുള്ള കാര്യം, ഇന്ദിരാഗാന്ധിക്ക് മുമ്പ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉള്ള കാലത്ത് താരാപൂരിൽ അമേരിക്കയിൽ നിന്നൊരു നിലയം വാങ്ങി അവരെല്ലാ കാലത്തും ഇന്ധനം തരും, 30 വർഷത്തേക്ക് കരാർ ഒപ്പിട്ടു. ഇതേപോലെ ഒരു കരാറ്, അന്ന് പിന്നെ ഇത്രയൊന്നും ചർച്ച നടന്നിട്ടില്ല. ആ കരാർ ഒപ്പിട്ടു. 1963 മുതൽ പ്രവർത്തനം ആരംഭിച്ചു. 74 പൊക്രാൻ സ്ഫോടനം നടത്തി. അന്ന് രാത്രി കട്ട് ചെയ്തു, ഇനി ദാനം തരില്ല. അന്ന് മുതൽ അത് അവിടെ ഏതാണ്ട് ഒരു ഒഴിഞ്ഞ സ്തംഭമാരി കിടക്കുക. പിന്നെ എപ്പോഴോ സോവിയറ്റ് യൂണിയനിൽ നിന്ന് കുറച്ച് ഇന്ധനം മേടിച്ച് എപ്പോഴൊക്കെ ഓടിച്ചു എന്നല്ലാതെ കഴിഞ്ഞ 45 കൊല്ലമായി താരാപൂരിലെ റിയാക്ടർ എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന കാര്യം ഈ കരാർ അമേരിക്കയെ ഉദ്ദേശിച്ച് ഊർജ്ജ സുരക്ഷ ഉണ്ടാവും എന്ന് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം, ഇന്ത്യ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഈ ഹൈഡ് നിയമം വന്നത്? നമ്മളങ്ങനെ വിചാരിക്കരുത്. എന്തുകൊണ്ട് ഹൈഡ് നിയമം വന്നു? ഹൈഡ് നിയമം വന്നതിനൊരു കാരണം, ഇന്ത്യ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളതാണ്. NPTയിൽ ഒപ്പിട്ടിട്ടില്ല. എന്തുകൊണ്ട് ഇന്ത്യ ഒപ്പിട്ടിട്ടില്ല? ഇപ്പോ ഇതിനെപ്പറ്റി ന്യായീകരിക്കുന്ന കോൺഗ്രസുകാർ എന്തുകൊണ്ട് ഇന്ത്യ NPTയിൽ ഒപ്പിട്ടിട്ടില്ല എന്നത് സംബന്ധിച്ച്, എന്തുകൊണ്ട് ഒപ്പിടില്ല എന്ന് സംബന്ധിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും അതുപോലെ VK കൃഷ്ണമേനോൻ അടക്കമുള്ള ഇന്ത്യയിലെ പ്രഗത്ഭരായ നേതാക്കൾ എഴുതിയ ലേഖനങ്ങൾ കോൺഗ്രസുകാർ വായിക്കണം. എന്തുകൊണ്ട് ഞങ്ങൾ ഒപ്പിടില്ല? ഒപ്പിടാത്തതിന് കാരണം, ഈ കരാർ എന്ന് പറയുന്നത്, NPT എന്ന് പറയുന്ന കരാർ ലോകത്ത് രണ്ടായി തിരിച്ചു. ആരൊക്കെ? ആണവായുധങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങൾ, ആണവായുധങ്ങൾ ഉണ്ടാക്കാത്ത രാജ്യങ്ങൾ. ആണവായുധങ്ങൾ ഉണ്ടാക്കിയ രാജ്യങ്ങൾ 5 പേര്, ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്. ഉണ്ടാക്കാത്ത രാജ്യങ്ങൾ ബാക്കി എല്ലാവരും. അപ്പൊ ആർക്കും ഇനി ഈ 5 രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കി ആർക്കും ഇനി ആണവായുധം ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് ഈ കരാറ്. ഞങ്ങൾക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു കരാറുണ്ടോ? ഒരു കരാർ 10 രാജ്യങ്ങൾ ഒപ്പിട്ടാൽ 10 രാജ്യങ്ങൾക്ക് തുല്യമായ അവകാശമല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ പറഞ്ഞു, ഞങ്ങൾ ഇതിൽ ഒപ്പിടുന്നില്ല. കാരണം നിങ്ങൾക്ക് മാത്രം ആണവായുധം ഉണ്ടാക്കാൻ, നിങ്ങളെ പരിശോധിക്കാൻ പാടില്ല. ഇപ്പൊ ഈ IAEA സുരക്ഷാ മാനദണ്ഡം വരുമ്പോൾ, സുരക്ഷാ മാനദണ്ഡം കൃത്യമായി 2 തരത്തിലാണ്.
ഒന്ന്, ആണവ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങളുടെ മാനദണ്ഡം വേറെ. അവർക്കൊരു മാനദണ്ഡമില്ല. അവരുടെ ഒരു സാധനവും പരിശോധിക്കാൻ ഇവർക്കൊരു അവകാശമില്ല. അവർ പറയുന്നത് പരിശോധിക്കാം, അവർ പറയുന്നത് എഴുതിയിട്ട് കൊണ്ടുവരാം എന്നല്ലാതെ ഒരു പരിശോധന നടക്കൂല. അവരെ പരിശോധിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ആണവായുധമില്ലാത്ത നോൺ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റുകളെ പരിശോധിക്കുന്ന മാനദണ്ഡങ്ങളാണ് ഇപ്പോ ഇതിൽ നമുക്ക് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ ആ കരാറിൽ അന്ന് ഒപ്പിടാതിരുന്നപ്പോൾ അന്ന് പറഞ്ഞ ന്യായം ഇന്ന് നമുക്ക് ബാധകമല്ല. കാരണം NPT-യേക്കാൾ തരം താഴ്ന്ന, NPT ഒന്നുമില്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര കരാറാണ്. ഇവിടെ നമ്മൾ ഒപ്പിടുന്ന കരാറ് അമേരിക്കയുമായൊരു കരാറാണ്. അതാണ് പ്രശ്നം. ഒരു 100 രാജ്യങ്ങളുള്ള ഒരു കരാറിൽ, ഇപ്പൊ ലോക വ്യാപാര സംഘടനയുടെ കരാറിൽ നമ്മൾ ഒപ്പിടുമ്പോൾ ചുരുങ്ങിയത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അതിലുണ്ടെന്ന് വിചാരിക്കാം. ഇതിപ്പോ അതല്ല, അമേരിക്കയുമായിട്ടാണ് കരാർ. ഇനി തമാശ, നമുക്ക് ആവശ്യമായ ഇന്ധനം അമേരിക്ക തരില്ല എന്ന് തീരുമാനിച്ചു ചോദിക്കാം. തരില്ല തീരുമാനിക്കുമെന്ന് വെച്ചാൽ തരില്ല തീരുമാനിക്കാം. കാരണം കരാർ വളരെ കൃത്യമാണ്. 123 കരാറും ഹൈഡ് ആക്ടും വളരെ കൃത്യമാണ്. നേരത്തെ പറഞ്ഞു, ഒന്ന്, ഇന്ത്യ ആണവ ആയുധ പരീക്ഷണം നടത്തിയാൽ, അത് മാത്രമൊന്നും വേണ്ട, അമേരിക്കൻ പ്രസിഡന്റ് എല്ലാ വർഷവും ഇന്ത്യക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇവൻ നല്ല സ്വഭാവക്കാരനാണെന്ന് പറഞ്ഞിട്ട്. ഇന്ത്യയുടെ വിദേശ നയം അമേരിക്കൻ വിദേശ നയത്തിന് അനുകൂലമാണ് എന്ന് എല്ലാ വർഷവും അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ കോൺഗ്രസിന് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ആ സർട്ടിഫിക്കറ്റ് നല്ലതല്ല എന്ന് പ്രസിഡന്റ് പറയുകയോ പ്രസിഡന്റ് കൊടുത്ത സർട്ടിഫിക്കറ്റ് കോൺഗ്രസിന് സ്വീകാര്യമാവുകയോ ചെയ്താൽ ഹൈഡ് നിയമം അനുസരിച്ച് ഈ 123 കരാർ റദ്ദാക്കാം. 123 കരാർ റദ്ദായാൽ അന്ന് രാവിലേക്ക് മുതൽ താരാപൂരിന്റെ സ്ഥിതി ഇന്ത്യയിലെ ഈ പറഞ്ഞ നിലയങ്ങൾക്ക് മുഴുവൻ വരും. താരാപൂർ 2 നിലയങ്ങളെ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഇവിടെ നമുക്ക് 30,000 ആണെങ്കിൽ 150 താരാപൂരുകളാണ് ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യയിൽ. ഇന്ത്യയിൽ 150 താരാപൂരിന് സമാനമായ 150 നിലയങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ അമേരിക്ക ഇഷ്ടമല്ലാത്തൊരു കാര്യം ഇന്ത്യ ചെയ്യുന്നു നോക്കിയാൽ, ഇപ്പൊ മൻമോഹൻ സിംഗ് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എപ്പോഴും ഇരിക്കുമല്ലോ. ആരെങ്കിലും ആണുങ്ങളൊക്കെ ചിലപ്പോൾ പ്രധാനമന്ത്രി ആയിക്കൂടായില്ലല്ലോ ഇന്ത്യക്ക്. അപ്പൊ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് പറയാണ് ഇറാനെ ആക്രമിക്കുമ്പോൾ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അമേരിക്ക പറയും, അമേരിക്കൻ പ്രസിഡന്റ് ഉടനെ എടുത്ത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? കൊടുക്കുമ്പോ 123 കരാർ റദ്ദാക്കാൻ പറയും. 123 കരാർ റദ്ദായാൽ പിറ്റേ ദിവസം ഇന്ത്യക്ക് ഇന്ധനമില്ല. അപ്പൊ ഇന്ത്യയിൽ ചർച്ച എന്താണെന്നറിയോ? ഇപ്പൊ ചെയ്യുന്ന പോലെ ചർച്ച വരും. ഇങ്ങനെയൊന്നുമല്ല, ഇന്ത്യയുടെ 150 നിലയങ്ങൾ വെറുതെ കിടക്കുന്നു, ഇറാനെ ആക്രമിക്കാതിരിക്കുകയൊക്കെ അവരുടെ പ്രശ്നമാണ്. നമുക്കെന്താ നോക്കേണ്ടത്? നമ്മൾ ഇറാന്റെ കാര്യമല്ല നോക്കേണ്ടത്, നമ്മൾ ഇന്ത്യയിലെ നിലയങ്ങൾക്ക് ഇന്ധനം കിട്ടാൻ നോക്കണം. അതുകൊണ്ട് ഇറാനെ ആക്രമിച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ടാണല്ലോ 2 പ്രാവശ്യം IAEA-യിൽ ഇറാനെതിരായി ഇന്ത്യ വോട്ട് ചെയ്തത്. IAEA-യിൽ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറാനെ ആക്രമിക്കാൻ UN സുരക്ഷാ കൗൺസിലിന്റെ അംഗീകാരം കിട്ടാൻ വേണ്ടി പ്രമേയം വിടുക എന്ന് തന്നെയാണ്. UN സുരക്ഷാ കൗൺസിലിന് ഓർമ്മയുണ്ടാവും നമുക്ക്. ഇറാഖിനെ ആക്രമിക്കാൻ UN സുരക്ഷാ കൗൺസിലും അഫ്ഗാനിസ്ഥാനിൽ കടന്നു കയറാൻ ഇതേ UN സുരക്ഷാ കൗൺസിലും തന്നെയാണ് അമേരിക്ക അനുവദിച്ചതെന്ന് ഓർക്കുക. അപ്പൊ അതേ പാതയിലാണ്. അപ്പൊ നമ്മൾ എന്ത് പറയും ആ സമയത്ത് നമ്മുടെ ഇന്ത്യക്കാര്, നമ്മുടെ ഈ പറഞ്ഞ ആളുകളുണ്ടല്ലോ, ഇവരെന്നെ പറയും നമ്മൾ എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ഈ ഇറാന്റെ കാര്യത്തിലൊക്കെ ഇടപെടുന്നത്? നമ്മുടെ 30,000 മെഗാവാട്ട് വൈദ്യുതി സംരക്ഷിക്കണം. അതിനിടയിൽ ഇറാനും ഇറാഖും അല്ലെങ്കിൽ ഇപ്പൊ വേറെന്തെങ്കിലും അമേരിക്ക എന്തെങ്കിലും ചെയ്തോട്ടെ, നമ്മൾ അതിലൊന്നും പെടണ്ട എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ എതിർത്താൽ നമ്മൾ ദേശവിരോധികളായി. കാരണം ദേശത്തിന്റെ ഊർജ്ജമാണോ വലുത്, മറ്റൊരു രാജ്യത്തിന്റെ പ്രശ്നമാണോ വലുത് എന്ന രൂപത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുവരാൻ നമ്മുടെ മാധ്യമങ്ങൾ കഴിയും. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക നമ്മളെ നിയന്ത്രിക്കാൻ പോകുന്നത്. കേവലം ഒരു ഹൈഡാക്കി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ടോ അല്ല. ഇങ്ങനെ ഒരു പ്രതിസന്ധി, ഇപ്പൊ 3 ലക്ഷം 4 ലക്ഷം കോടി രൂപയ്ക്ക് നിലയങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിക്കുകയും ആ നിലയങ്ങൾക്ക് ഇന്ധനം കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ അതിനുള്ള ഒരു എന്താ പറയാ, ഒരു കുരുക്കായി ഇത് ഉപയോഗിക്കും. അപ്പൊ ഇന്ത്യക്ക് മറുത്തു പറയാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ആണവ ഇന്ധനം ലോകത്തിന് ഊർജ്ജ സുരക്ഷ ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളെയല്ല ഞാൻ.